14-ാമത്തെ ആയത്താണ്. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു തആല, യുദ്ഖിലുല്ലദീന ആമനൂ വ അമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ആചരിക്കുകയും ചെയ്യുന്നവരെ പ്രവേശിപ്പിക്കും. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അടിയിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങളിൽ. ഇന്നല്ലാഹ യഫ്അലു മാ യുരീദ്, അല്ലാഹു തആല അവൻ ഉദ്ദേശിച്ചതൊക്കെ ചെയ്യും. ഇതിൻ്റെ തഫ്സീറിൽ മുഫസ്സിർ പറയാണ്, ലമ്മ ദക്കറ അഹ്ലൽ ളലാലത്തിൽ അഷ്കിയായി, വഴിവേച്ച പരാജിതരായ ആളുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അല്ലാഹു തആല അതഫ ബിദിക്രിൽ അബ്റാറി അസ്വാദായി, സൽവൃത്തരായ വിജയികളെ സംബന്ധിച്ചുള്ള പറച്ചിലാണ് പിന്നെ അല്ലാഹു തആല. അതാരാണ്? മിനല്ലദീന ആമനൂ ബി ഖുലൂബിഹിം, ഖൽബ് കൊണ്ട് വിശ്വസിക്കുകയും വസദ്ദഖൂ ഈമാനഹും ബി അഫ്ആലിഹിം, കർമ്മങ്ങൾ കൊണ്ട് വിശ്വാസത്തെ വാസ്തവമാക്കുകയും ചെയ്ത ആളുകൾ. വിശ്വാസം എന്ന അടിത്തറയും വേണം, കർമ്മങ്ങൾ എന്ന് പറയുന്നതിൻ്റെ ശാഖകളും വേണം. ഫഅമിലു സ്വാലിഹാത്തി, അവർ എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തു. മിൻ ജമീ അൻവാഇൽ ഖുർബാത്തി, എല്ലാവിധ കുർബാത്തുകളും, അല്ലാഹു തആലാൻ്റെ ത്വാഅത്തുകൾ എല്ലാം ചെയ്തു. തർക്കുൽ മുങ്കറാത്തി, എല്ലാ നിഷിദ്ധമായ കാര്യങ്ങളും അവർ ഉപേക്ഷിക്കുകയും ചെയ്തു. അത്തരം ആളുകൾ ഫഔറസഹും ദാലിക, അത് അവർക്ക് അനന്തരമായി നൽകി സുക്ന ദറജാത്തിൽ ആലിയാത്ത്, ഉന്നതമായ സ്വർഗീയ പദവികളെ, ഫി റൗളാത്തിൽ ജന്നാത്തി, സ്വർഗത്തിൻ്റെ ഉയർന്ന പദവികളിൽ ഉള്ള നിത്യവാസത്തെ അല്ലാഹു തആല ഇത് കാരണം അവർക്ക് നൽകി. ഇതാണ് പരാജിതരായ ആളുകൾ. ഒന്ന് നല്ല കാഫിര്യങ്ങൾ, എല്ലാ ശൈത്താന്മാരെയും പിൻപറ്റി പബ്ലിക്കായിട്ട് കാഫറായിട്ട് നടക്കുന്ന ആളുകൾ. നമ്മൾ പറഞ്ഞതാണ്, വമിനന്നാസി മൻ യുജാദിലു ബില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തബിഉ കുല്ല ശൈത്താനിൻ മരീദ്, എല്ലാ ധിക്കാരികളായ ശൈത്താന്മാരെയും പിൻപറ്റി അങ്ങനെ അല്ലാഹു തആലാൻ്റെ കാര്യത്തിൽ തർക്കിക്കുക ഒരു കൂട്ടരത്. വേറെ ഒരു കൂട്ടക്കാർ വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി, അള്ളാഹിൻ്റെ കാര്യത്തിൽ തർക്കിച്ചു ബിഗൈരി ഇൽമിൻ, വിജ്ഞാനമില്ലാതെ, വലാഹുദൻ, മാർഗദർശനവും, വലാ കിതാബിൻ മുനീർ, വ്യക്തമായ പ്രമാണങ്ങളൊന്നുമില്ലാതെ തർക്കിച്ചാണ്ട് യുളില്ലാൻ സബീലില്ല, അള്ളാഹിൻ്റെ വയ്യത്തൊട്ട ആളുകളെ പേപ്പിക്കുക, അത് കുഫറിൽ നേതൃത്വം വഹിച്ച ആളുകളാണ്. പിന്നെ ഇന്നലെ മൂന്നാമത്തെ ഒരു കൂട്ടക്കാരെ പറ്റി പറഞ്ഞു, ഒരു ഓരത്ത് നിന്ന് അള്ളാഹിനെ ആരാധിക്കുക. എന്തെങ്കിലും സൗകര്യങ്ങളോ ഐഹികമായ നേട്ടങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അവർക്ക് നല്ല സന്തോഷമാവും, അല്ലെങ്കിൽ അവർ പിൻവാങ്ങി പോവുകയും ചെയ്യും. ഒരു ഉറച്ചയുമല്ലാത്ത ആളുകൾ, അതാണ് മൂന്നാമത്തെ കൂട്ടക്കാർ. ഇതൊക്കെ പഴച്ച ആളുകളാണ്. ഇനി അല്ലാഹു തആല യഥാർത്ഥ വിജയികളായ ആളുകളെ പറ്റി പറയാണ്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾ. ആ കൂട്ടത്തിൽ റബ്ബ് നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരു വിജയികളാണ്. അവർക്കുള്ള വിജയം എന്താണ്? ഇപ്പോൾ വിജയം ഇവിടെ പറഞ്ഞത്, ഇന്നല്ലാഹ യുദ്ഖിലുല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിൽ അൻഹാർ, അടിയിലൂടെ അരുവികൾ ഒഴുകുന്ന ആരാമങ്ങളിൽ അവരെ അല്ലാഹു തആല പ്രവേശിപ്പിക്കും, സ്വർഗം കിട്ടുന്നില്ലേ. ഇവിടെ അതല്ല പറഞ്ഞിട്ടുള്ളൂ. മുഅ്മിനീങ്ങൾക്ക് അത് മാത്രമൊന്നുമല്ല വായത. മുഅ്മിനീങ്ങൾ നല്ലോണം ശ്രദ്ധിച്ച് കേട്ടോളി. സ്വർഗവും പരലോകവും കിട്ടുന്ന മാത്രമല്ല ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് മുഅ്മിനീങ്ങൾക്ക്. ഞങ്ങൾക്ക് വേറൊരു ആയത്ത് കേൾപ്പിച്ച് തരാം. ഇപ്പോൾ അത് സൂറത്ത് മറിയമിൻ്റെ അവസാനത്തെ ആയത്താണ്. അവിടെ അല്ലാഹു തആല പറഞ്ഞാൽ എന്താ അറിയോ? ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ആചരിക്കുകയും ചെയ്യുന്ന ആളുകൾ, സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ, അല്ലാഹു തആല അവർക്ക് വുദ്ദിനെ ആക്കും. വുദ്ദ് പറഞ്ഞാൽ ഇഷ്ടം, സ്നേഹമെന്നാണ്. സത്യവിശ്വാസികളായ ആളുകളെ മനസ്സിലൊക്കെ അവരോട് ഇഷ്ടം ഉണ്ടാവുന്നുള്ളൂ. അതിൻ്റെ ഒരു വിശദീകരണം നിങ്ങൾക്ക് ഞാൻ വായിച്ചു തരാം. എന്താ മുഅ്മിനീങ്ങൾക്കുള്ള ദർജ എന്നുള്ളത് നിങ്ങൾ കേട്ടോളി. ഒരുപാട് വേദകളുണ്ട്, ഒന്ന് രണ്ടും നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. ഒരു സ്വർഗം കിട്ടൽ മാത്രമല്ല മുഅ്മിനീങ്ങൾക്ക്, അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പം ഞാൻ ഓതിയ സൂറത്ത് മറിയമിൻ്റെ വിശദീകരണത്തിൽ ഇവിടെ പറഞ്ഞതാണ്, യുഹ്ബിറു തആല, അല്ലാഹ് പറയണം, അന്നോ യഗ്രിസുൽ ഇബാദിൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മുഅ്മിനീങ്ങളായ അടിയറകൾക്ക് അല്ലാഹു തആല ഇങ്ങനെ മുളപ്പിക്കുമെന്നാണ്, കുഴിച്ചിടും.
എന്താണ് ഈ സൽക്കർമ്മങ്ങൾ? അതും പറയുന്നുണ്ട് ഇവിടെ. അൽ അഅ്മാലുല്ലത്തി തുർദില്ലാഹ തആല ലി മുതാബഅത്തി ശരീഅത്തുൽ മുഹമ്മദിയ, അള്ളാഹനെ തൃപ്തിപ്പെടുത്തുന്ന കർമ്മങ്ങൾ. അതെന്താ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ശരീഅത്ത് അനുസരിച്ചുള്ള കർമ്മങ്ങളായിരിക്കണം. ശരീഅത്തിൻ്റെ പിമ്പിലുള്ള കർമ്മങ്ങളായിരിക്കും. നമുക്കിങ്ങനെ തോന്നുന്നത് ചെയ്തിട്ട് കാര്യമില്ല. സൽക്കർമ്മങ്ങളാണെന്നും പറഞ്ഞാണ്ട് ഓരോരുത്തർക്ക് തോന്നും, ഒക്കെ പാടെ ചെയ്തിട്ടൊന്നും കാര്യമില്ല. മനസ്സിലായോ? അങ്ങനെയുള്ളതായിരിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് യഗ്രിസുലഹും, അല്ലാഹു തആല കുഴിച്ചിടും ഫീ ഖുലൂബി ഇബാദി സ്വാലിഹീന, സ്വാലിഹീങ്ങളായ അടിയാറുകളുടെ ഹൃദയങ്ങളിൽ മഹബ്ബത്തൻ വ മവദ്ദത്തൻ, സ്നേഹത്തെ. നല്ല മനുഷ്യന്മാരുടെ മനസ്സിലൊക്കെ ഇവരോടുള്ള ഏതുണ്ടാക്കും? അല്ലാഹു തആല ഒരു സ്നേഹം ഉണ്ടാക്കും എന്നാണ് ആയത്തിൽ പറയുന്നത്. വലൈക്കും സലാം. ഇങ്ങോട്ട് നിങ്ങൾ കേൾക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. വറദത്ത് ബിദാലിക്കൽ അഹാദീസു സ്വഹീഹത്തു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിഷയകമായി തങ്ങളെ തൊട്ട് ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ഹദീസ് കേട്ടോ. ഒരുപാട് ഹദീസുണ്ട്. ഒരു ഹദീസേ ഞാൻ പറയണുള്ളൂ. നല്ല ശ്രദ്ധിച്ചോളി. മുഅ്മിനീങ്ങൾക്കുള്ള അവസ്ഥകൾ പറയാം. അത് തങ്ങൾ പറയാണ്, ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ, അല്ലാഹു തആല ഒരു അടിമനെ ഇഷ്ടപ്പെട്ടാൽ ദഅ ജിബ്രീല, അല്ലാഹ് ആരെ വിളിക്കും? ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കും. കാലം കണ്ട് അള്ളാഹ് പറയുക, യാ ജിബ്രീൽ ഇന്നി ഉഹിബ്ബു ഫുലാനൻ, ഞാൻ ഇന്നാലെന്നെ മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട്. ഫഅഹിബ്ബഹു, നിങ്ങൾ അയാളെ സ്നേഹിക്കണം. ആര്? ജിബ്രീൽ. ഫയുഹിബ്ബഹു ജിബ്രീൽ, അതോടുകൂടി ആ മനുഷ്യനെ ജിബ്രീൽ അലൈഹിസ്സലാം സ്നേഹിക്കാൻ തുടങ്ങും. സുമ്മ യുനാദി ഫി അരിസമായി, പിന്നെ അള്ളാഹിൻ്റെ അനുമതിയോടുകൂടെ ആകാശ ലോകത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ, അള്ളാഹു തആല ആ ഇന്ന മനുഷ്യനെ സ്നേഹിച്ചിരിക്കണം. അതുകൊണ്ട് ഫഅഹിബ്ബു, നിങ്ങളെല്ലാവരും അയാളെ സ്നേഹിക്കണം. അതോടുകൂടെ ഫയുഹിബ്ബു അഹ്ലു സമായി, ആകാശത്തുള്ളവരൊക്കെ ഇയാളെ സ്നേഹിക്കാൻ തുടങ്ങും. ആലോചിക്കണങ്ങൾ. സുമ്മ യൂദഉൽ ഖബൂലു ഫിൽ അർളി, പിന്നെ അതോടുകൂടെ ഭൂമിയിൽ അയാൾക്ക് ഭയങ്കര സ്വീകാര്യത ഉണ്ടാവും. എല്ലാവർക്കും അയാളെ, ആണിനും പെണ്ണിനും മുസ്ലിമിനും അമുസ്ലിമിനും ഒക്കെ അയാളോട് ഇഷ്ടമുണ്ടാവും. അങ്ങനെയുണ്ട്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മുഅ്മിനീങ്ങൾക്കുള്ളതാണ്. ഒരു സ്വർഗം മാത്രമല്ല ഓൽക്കുള്ളത്, ഇത് ഓൽക്കുള്ളൊരു പദവിയാണ്. അള്ളാഹ് സ്നേഹിക്കണ്, ജിബ്രീൽ സ്നേഹിക്കണ്, ആകാശ ലോകത്തുള്ളവരൊക്കെ സ്നേഹിക്കണ്, അതോട് ഭൂമിയിലും ഭയങ്കര സ്വീകാര്യത ഓൽക്ക്. ഇത് മുഅ്മിനീങ്ങൾക്കുള്ളതാണ്. ഇനി ആ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല ചെയ്ത വായത വേറെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതൊക്കെ കേൾക്കണം. ആളുകൾ വിചാരം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളും ചെയ്താൽ സ്വർഗം കിട്ടും എന്നുള്ളത് മാത്രം. സ്വർഗം മാത്രമല്ല കിട്ടുക. ഖുർആൻ അത് ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. ഒരുപാട് വായതകളുണ്ട്. വഅദല്ലാഹുല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ആചരിക്കുകയും ചെയ്ത ആളുകൾക്ക് അല്ലാഹു തആല വായത ചെയ്തിരിക്കുന്നു. എന്ത് വായത ചെയ്തിരിക്കുന്നു? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി, അല്ലാഹു തആല ഭൂമിയിൽ അവരെ അവൻ്റെ പ്രതിനിധികളാക്കുമെന്ന്. വഅദല്ലാഹുല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ആചരിക്കുകയും ചെയ്ത ആളുകൾക്ക് അല്ലാഹു തആല വായത ചെയ്യാണ്, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി, ഭൂമിയിൽ തീർച്ചയായിട്ടും അല്ലാഹു തആല അവരെ അവൻ്റെ ഖലീഫമാരാക്കും, അള്ളാഹിൻ്റെ പ്രതിനിധികൾ. കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലി, മുമ്പുള്ളവരൊക്കെ ആക്കിയതുപോലെ. പിന്നെ മാത്രമല്ല, വല യുമക്കിനന്ന ലഹും ദീനഹും ഉല്ലദി ഇർതദാ ലഹും, അല്ലാഹു തആല അവർക്ക് ഇഷ്ടപ്പെട്ട ദീനെ അല്ലാഹു തആല അവർക്ക് വിജയിപ്പിച്ച് കൊടുക്കുകയും ചെയ്യും. ആ ദീനിനെ അല്ലാഹു തആല സമ്പൂർണ്ണമാക്കി വിജയിപ്പിച്ച് കഴിഞ്ഞില്ല. വല യുമക്കിന്ന ലഹും ദീൻ വല യുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, എല്ലാ പേടികൾക്കും അരക്ഷിതാവസ്ഥകൾക്കും ശേഷം അല്ലാഹു തആല അവർക്ക് നിർഭയത്വം നൽകുകയും ചെയ്യും. എന്ത് വേണം? യഅ്ബുദൂനനി, എന്നെ ആരാധിക്കണം, ലാ യുശ്രികൂന ബി ഷൈഅ, എന്നെ കൊണ്ട് ഒന്നിനെയും പങ്കു ചേർക്കരുത്, എന്നെ വിശ്വസിക്കുകയും എന്നെ കൊണ്ടൊന്നും പങ്കു ചേർക്കുകയും ചെയ്യരുത്. വമൻ കഫറ ബഅദ ദാലിക, ഉപകരണങ്ങൾ ഇതൊക്കെ കഴിഞ്ഞു പോയണമല്ലേ. ഇതൊക്കെ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല വെറും വായതല്ല, ഇതൊക്കെ കണ്ടതല്ലേ നമ്മൾ. അല്ലേ, ഞാൻ പറയണോ? ചരിത്രം പറയണോ? ഇതിനൊക്കെ ഞാൻ തെളിവുകൾ പറയണോ? പിന്നെ അതേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളതൊന്നും പറയാൻ കൊള്ളില്ല. ഒന്നും വേണ്ട, സ്വഹാബത്തിൻ്റെ കാലം മാത്രം നോക്കിയാൽ മതി. മുഅ്മിനീങ്ങൾ വലിയ പേടിയും അരക്ഷിതാവസ്ഥയൊക്കെ ഉണ്ടായി. പിന്നെ ഒരു സ്വന്തം നാടായ മക്കയിൽ നിന്ന് ഹിജറ പോയി വിശ്വാസത്തിന് വേണ്ടി. വിശ്വസിച്ചുകൊണ്ടൊന്നും അവിടെ നിൽക്കാൻ കഴിയൂല എന്നായപ്പോൾ ആ നാടൊക്കെ ത്യജിക്കാൻ തയ്യാറായി. അള്ളാഹുക്ക് എന്തേ കൊടുത്ത്? ആ മക്ക കൊടുത്തു. 8ാമത്തെ കൊല്ലം, ഹിജറിൻ്റെ 8ാമത്തെ കൊല്ലം മക്കയും കൊടുത്തു, ലോകം ആകെ കൊടുത്തു. എവിടെയൊക്കെ പോയടത്തൊക്കെ ഓൽക്കുള്ളതായി മാറി. കൊടുത്തല്ലേ? ഞാൻ ചരിത്രം പറയണോ? വേണ്ടല്ലോ. ഇതിങ്ങനെ ഖുർആൻ ഓതുമ്പോഴേ ഇതൊക്കെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർക്ക് അല്ലാഹു വായത ചെയ്തത്. നിങ്ങൾക്ക് വേറൊരു ആയത്തോട് ഞാൻ പറഞ്ഞുതരാം. നമ്മളെപ്പോഴും പറയണ തന്നെയാണ്.
മൻ അമില സ്വാലിഹൻ മിൻ ദക്രിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ, മുഅ്മിനായ നിലയിൽ ആരെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്താൽ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ലന്നുഹിയന്നവും ഹയാത്തൻ ത്വയ്യിബ, അവർക്ക് നല്ല സ്വച്ഛവും സ്വസ്ഥവുമായ ജീവിതം ദുനിയാവിൽ നാം കൊടുക്കും, സമാധാനമുള്ള സന്തോഷമുള്ള ജീവിതം. വല നജ്സിയന്നും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, ചെയ്ത കർമ്മത്തിൻ്റെ വിശിഷ്ടമായ പ്രതിഫലം നാളെ സ്വർഗം അത് വേറെ കൊടുക്കും. ദുനിയാവിൽ നല്ല ജീവിതം ഉണ്ടാവും. ലന്നുഹിയന്നവും ഹയാത്തൻ ത്വയ്യിബ. അങ്ങനെയുണ്ട്. ഇതൊക്കെ നമ്മൾ അനുഭവിക്കാനുള്ളത് ഞാൻ എപ്പോഴും പറയലുണ്ട്. ഇത് ക്ലാസ് എടുക്കാനുള്ള കാര്യമല്ല. ശരിക്കും മുമ്പിനായിട്ട് ജീവിച്ചിട്ട് അതിൻ്റെ രസമുള്ള ജീവിതം, സ്വച്ഛമായ സ്വസ്ഥമായ, അല്ലലില്ലാത്ത അലട്ടില്ലാത്ത, പ്രതിസന്ധികളും പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും പതറാത്ത, അപ്പോഴും അൽഹംദുലില്ലാ എന്ന് പറയണേ, അങ്ങനത്തെ ഒരു ജീവിതം അതാണ് ആർക്കുള്ളത്, മുഅ്മിനീങ്ങൾക്കുള്ളത്. ഇപ്പോൾ കേട്ടങ്ങൾ നിങ്ങൾക്ക് ഞാൻ വായതകൾ പറഞ്ഞു തന്നെ, ഖുർആനിൽ പറഞ്ഞ മുഅ്മിനീൻ അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തായ കൂട്ടക്കാർക്കുള്ള പദവികളും വായതകളും ധാരാളമാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയണതൊന്നുമല്ല, നമ്മൾ എന്നും ചെയ്യേണ്ട ഒരു പ്രാർത്ഥന, ചെയ്യുന്നൊരു പ്രാർത്ഥന നിങ്ങൾക്ക് ഞാൻ ഓർമ്മയാക്കി തരാം. അത് സൂറത്ത് ആൽ ഇംറാനിൽ നല്ല മുഅ്മിനീങ്ങൾ പറയുന്നൊരു പ്രാർത്ഥന എങ്ങനെയാണ്, എന്താ പറയുക, എങ്ങനെയാണ് തുടങ്ങണേ? ഇവിടോക്കി ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദിൻ്റെ വാക്കിയിലാണ്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലൻ സുബ്ഹാനക വഖിനാ അദാബൻ നാർ റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാർ ഫഖദ് അഖ്സൈതു വമാ ലിദ്ദാലിമീന മിൻ അൻസാർ റബ്ബനാ ഇന്നനാ സമീനാ മുനാദിയൻ യുനാദി ലിൽ ഈമാനി അൻ ആമിനൂ ബിറബ്ബികും ഫആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സിയാത്തിനാ വതവഫനാ മഅൽ അബ്റാർ റബ്ബനാ വആതിനാ മാ വഅദ്തനാ അലാ റുസുലിക വലാ തുഖ്സിനാ യൗമൽ ഖിയാമത്തി ഇന്നക ലാ തുഖ്ലിഫുൽ മിഅദ്. ഗംഭീരമായ ദുആയാണ്. അറിഞ്ഞിരിക്കണം അതിൻ്റെ ആശയം എന്താണ്. അല്ലാഹുവേ, ഞങ്ങൾ വിശ്വസിച്ചു, അതുകൊണ്ട് നീ വായത ചെയ്തൊക്കെ ഞങ്ങൾക്ക് തരണേന്ന്. ഇതല്ല പറഞ്ഞേ, ഇതൊക്കെ വായതകളാണ്. ഇപ്പോൾ 4 ആയത്തുകൾ കളിപ്പിച്ചത് വായതകളാണ്. സ്വർഗമുണ്ട്, ദുനിയാവുണ്ട്, എല്ലാം ഉണ്ട്. ദുനിയാവിൻ്റെ മേധാവിത്വമുണ്ട്, ആധിപത്യമുണ്ട് ഇവിടെ. ഇസ്തിഖ്ലാഫ് പറഞ്ഞാൽ അതാണ്. ഖലീഫ ഉമർ ഫാറൂഖിനെയൊക്കെ അല്ലാഹുവിൽ വെച്ച സ്ഥാനമല്ലേ, അതാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറയണം അതാനോട്. ചിലപ്പോൾ നിങ്ങൾ ഇന്നലെ രാത്രി പറഞ്ഞിട്ടുണ്ടാവും, ഇത് തഹജ്ജുദിൻ്റെ സമയത്ത് ദുആ ചെയ്യുന്നതാണ്, ഓതാനുള്ളതാണ്. റബ്ബന, ഞങ്ങൾ രക്ഷിതാവേ, ഇന്നനാ സമീന മുനാദിയൻ, ഒരു വിളിയാളനെ ഞങ്ങൾ കേട്ടു, യുനാദിയിൽ ഈമാൻ, സത്യവിശ്വാസത്തിലേക്ക് വിളിക്കുന്നൊരു വിളിയാളനെ, ഫആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഫഗ്ഫിർ ലനാ ദുനൂബന, പാപങ്ങളൊക്കെ പുറത്ത് തരണമേ, വഗഫിർ അന്നാ സയ്യാത്തിന, സർവ്വ പാപങ്ങളും തിന്മകളും മായ്ച്ചു കളയണമേ, വതവഫനാ മഅൽ അബ്റാർ, സൽവൃത്തരോടൊപ്പം മരിപ്പിക്കണമേ, മരണം സ്വാലിഹീങ്ങളിലേക്ക് ചേർന്ന മരണമാക്കി തരണമേ. റബ്ബനാ വആതിനാ മാ വഅദ്തനാ അലാ റുസുലിക, നിന്റെ പ്രവാചകന്മാർ മുഖേന ചെയ്ത വഅദകളുണ്ടല്ലോ, വാഗ്ദാനങ്ങൾ, അതൊക്കെ നീ ഞങ്ങൾക്ക് തരണേ എന്ന്. എന്തിനാണ് അങ്ങനെ തീർക്കണമെന്നൊരു ചർച്ച ഉണ്ട്. അല്ലാഹു തആല വഅദകൾ ലംഘിക്കില്ലല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ അങ്ങനെ തീർക്കണത്? അങ്ങനെ തീർക്കണത് മുഫസ്സിരീങ്ങൾ പറയാണ്, ആ വഅദ കിട്ടുന്ന ആ വിശ്വാസികൾ ഞങ്ങളെ പെടുത്തണേ എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാ മുഅ്മിനീങ്ങൾക്കും ഈ വഅദയൊന്നുമില്ല. നരകത്ത് കിടക്കണ മുഅ്മിനീങ്ങളുണ്ട്, അള്ളാൻ്റെ യാതൊരു ദാക്ഷിണ്യം കിട്ടാത്ത മുഅ്മിനീങ്ങളുണ്ട്. നിസ്കരിക്കണ മനുഷ്യന്മാർ നരകത്തിലുണ്ട്. ഒരായത്തിൽ പറയുന്നുണ്ട് നിസ്കരിക്കുക നരകമാണ്. ആയത്തൊന്നും ഓതാൻ പറ്റുമോ? വയലുലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നിസ്കരിക്കുന്നവർക്ക് നരകമാണ്. അതുപോലെ നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരാണ്. അല്ലദീനഹും യുറാവൂൻ, ലോകരെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുക. ഒരു ഈമാനും ഈത്തിസാബും ആയിട്ടല്ല. തറാവിക്കൊക്കെ പോകുന്നുണ്ട്, എല്ലാവരും പോകുന്നുണ്ട്, എങ്ങനെ പോകാൻ വെച്ചിട്ട് പോവാണ്. ഈമാനും ഇല്ല, ഈത്തിസാബൊന്നുമില്ല, നോമ്പും അങ്ങനെ തന്നെ, എല്ലാവരും നോക്കില്ല, എന്നാൽ കടക്കട്ടെ വെച്ചിട്ട് വലിയൊരു ഈമാണ്ടായിട്ടും ഈത്തിസാബ്, അങ്ങനത്തെ നിസ്കാരമാണ്. അല്ലദീനഹും യുറാവൂൻ. ഞാൻ അതിനൊരു ഉദാഹരണം അങ്ങനെ പറയാം. കാരണം എന്താ വെച്ചാൽ മഗ്‌രിബിന് ആണല്ലോ എല്ലാ പള്ളിയിലും അധികം ആളുകൾ. ഏറ്റവും അധികം ജമാഅത്തിന് കൂലി ഏതാ? ഈമാനും ഇത്തിസാബും ഉള്ളവർ വരേണ്ടത് സുബഹിക്കാണ് പള്ളി. മഗ്‌രിബിന് പിന്നെ എന്താ എല്ലാവരും വരാൻ കാരണം, അത് വാങ്ങിക്കൊടുക്കുന്ന സമയത്ത് അങ്ങടി കേൾക്കാനും പോയഞ്ഞാട് ഒറ്റ കുത്തിരിക്കാനും എങ്ങനെ ഇപ്പോൾ ഇരിക്കണ ആളുകൾ വെച്ചിട്ട് അസറിനും പ്രാധാന്യമുണ്ട്. അസറിനും സുബഹിക്കും പ്രത്യേക പ്രാധാന്യമുണ്ട്. ജമാഅത്തിന് ഏറ്റവും പ്രാധാന്യം 1 സുബഹിക്ക്, 2 ഇശാക്കാണ്. ഇഷാൻ്റെ ജമാഅത്തിൽ പങ്കെടുത്തവർക്ക് ഒരു അരരാത്രി വരെ ഹയാത്താക്കിയ കൂലിയും, സുബഹിൻ്റെ ജമാഅത്തിൽ പങ്കെടുത്തവർക്ക് ഒരു രാത്രി ഫുള്ളായിട്ട് ഹയാത്താക്കിയ കൂലി ഉണ്ടെന്നാണ്. അസറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ
രണ്ട് വിഭാഗം മലക്കുകളും പങ്കെടുക്കുന്ന ജമാഅത്താണ്. രാത്രി ഡ്യൂട്ടിയുള്ള മലക്കുകളും പകൽ ഡ്യൂട്ടിയുള്ള മലക്കുകളും പങ്കെടുക്കുന്ന ജമാഅത്താണ് അസറിൻ്റെ ജമാഅത്ത്. സുബൈൻ്റെ അങ്ങനെയാണ്. ആ സുബൈക്കും അസറിനും അങ്ങനെ ഒരു പ്രത്യേകതയാണ്. പക്ഷെ ജമാഅത്ത് എന്നുള്ളത് ഏറ്റവും ടോപ്പ് സുബൈൻ്റെ ഏറ്റവും വലുത് ജുമാ, അതും വെള്ളിയാഴ്ചത്തെ ജുമാ കഴിഞ്ഞാൽ വെള്ളിയാഴ്ചത്തെ സുബൈ, പിന്നെ സാധാരണ സുബൈ, ഇങ്ങനെ ഇതിനൊക്കെ ഒരു തൃപ്തിയുണ്ട് പറയുന്നത്. പിന്നെ കഴിഞ്ഞാൽ ഈശ, പിന്നെ അസർ. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ കുറേ ആളുകൾ നരകത്തേക്ക് പോണവരുണ്ട്. ഈ ദുനിയാവ് ആകെ എത്ര കാലം ഉണ്ടായിരുന്നു അത്ര കാലം നരകത്ത് കടന്ന് കരിഞ്ഞ് കരിക്കട്ടയായിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നാണ്ട് സ്വർഗത്ത് പോണ മുഅ്മിനുണ്ട്. ഒരു നിസ്കാരം അകാരണമായിട്ട് ഒരാൾ കള്ളാക്കിയാൽ ഒരു ഹദീസിൽ എത്ര കൊല്ലം നരകത്തിലാണെന്നുള്ളത് നമ്മൾ പണ്ട് കുറേ പറഞ്ഞ ഒരു ഹദീസാണല്ലോ. ഇപ്പോൾ 2-3 കൊല്ലമായിട്ട് പറഞ്ഞിട്ടില്ല. ഇക്കന്നെ ഇപ്പോൾ ഇതിൻ്റെ കോടിൻ്റെ എണ്ണം ഓർമ്മയില്ല. 2,87,00,000 കൊല്ലം നരകത്തിലാണ്. 2 കോടി, അതൊക്കെ ഹദീസാണ്. മുഅ്മിനീങ്ങൾ എങ്ങനെയാണൊക്കെ സഹിക്കാൻ കഴിയുക? ചില മുഅ്മിനീങ്ങളൊക്കെ അള്ളാഹു ദയ ചെയ്തിട്ട് പോലും മരിപ്പിക്കും നരകത്തിൽ നിന്നാണ്. സുമ്മല യമൂതു ഫിയാ വല ഹയ്യ എന്നാണ് പൊതുവെ നല്ലതാണ്. എന്നാലും ചിലവർ മരിപ്പിക്കും, പിന്നെ വേദന അറിയില്ല. എന്നാലും ആ കോടിക്കണക്കിന് കൊല്ലമൊക്കെ നരകത്ത് കഴിയേണ്ടി വരും. അങ്ങനത്തെ മുഅ്മിനീങ്ങളുണ്ട്. മുഅ്മിനീങ്ങൾ എന്തായാലും എത്ര കാരാക്കൂസാണെങ്കിലും ഒരു കാലത്ത് നരകത്തിൽ നിന്ന് എന്താവും? ഒഴിവാവും എന്നുള്ളത് മാത്രമാണ്. ഒരു റമദാൻ മാസം വെള്ളിയാഴ്ച പോലും പള്ളിക്ക് പോയിട്ടില്ലെങ്കിൽ പോലും ഒരു കാലത്ത് നരകത്തിൽ നിന്ന് എന്താവും? ഒഴിവാവും. ഷഫായത്തൊക്കെ ചെയ്ത്, ഞാൻ എപ്പോഴും പറഞ്ഞില്ല, ഷഫായത്ത് ചെയ്യണമല്ലോ, ഷഫായത്ത് ചെയ്ത് ഇങ്ങനെ മോചിപ്പിച്ച് ഘട്ടം ഘട്ടമായിട്ട് മോചിപ്പിച്ച് അങ്ങനെ കുറേ നരകത്തിൽ നിന്ന് ഒഴിവാവും. പിന്നെ ഷഫായത്തുകാരൊക്കെ വന്നിട്ട് അള്ളാഹുവിനോട് ഇനി മുഅ്മിനീങ്ങൾ ആരും നരകത്തിലില്ല പടച്ചോനെന്ന് പറയും. അപ്പോഴും കുറേ മുഅ്മിനീങ്ങൾ നരകത്തിലുണ്ട്. ഇവരെ ശ്രദ്ധയിൽപ്പെടാത്തതാണ്. ഓരൊക്കെ പിന്നെ അള്ളാഹ് അങ്ങോട്ട് രക്ഷിക്കലാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ മുഅ്മിനീങ്ങളാണ്. കാഫിർ ഒരു കാലത്തും നരകത്തിൽ നിന്നുണ്ടാവില്ല. അതാണ് കാഫിറിനുള്ള പ്രത്യേകത. മുഅ്മിനാണെങ്കിൽ ഒരു കാലത്ത് എന്താവും? ഒഴിവാവും. അതേ സ്ഥാനത്ത് നല്ല മുഅ്മിനീങ്ങൾ കണ്ടിരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞില്ലേ, ഹിസാബ് പോലും ഇല്ലാതെ സ്വർഗത്തിക്കാണ് പോകണം. അങ്ങനത്തെ മുഅ്മിനീങ്ങളുണ്ട്. അവർക്ക് ദുനിയാവിലും ഇസ്സത്തുണ്ട്, നാളെ പരലോകത്തും ഏതുണ്ട് ഇസ്സത്തുണ്ട്. അങ്ങനത്തെ മുഅ്മിനീങ്ങളും ആ കൂട്ടത്തിൽ ഞങ്ങൾ പെടുത്തണേ എന്നാണ്. റബ്ബനാ ഇന്നനാ സമീനാ മുനാദിയൻ യുനാദി ലിൽ ഈമാനി അൻ ആമിനൂ ബി റബ്ബിക്കും ഫആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യാത്തിനാ വതവഫനാ മഅൽ അബ്റാർ റബ്ബനാ വആതിനാ മാ വഅദ്തനാ അലാ റുസുലിക. നിന്റെ മുർസലീങ്ങൾ മുഖേന നീ ചെയ്ത വാഗ്ദാനങ്ങളൊക്കെ ഞങ്ങൾക്ക് സാധിപ്പിച്ച് തരണമേ. ഇന്നക ലാ തുഖ്ലിഫുൽ അങ്ങനല്ലേ, റബ്ബനാ വആതിനാ മാ വഅദ്തനാ അലാ റുസുലിക വലാ തുഖ്സിനാ യൗമൽ ഖിയാമ. നാളെ ഖിയാമത്ത് നാളിൽ നീ ഞങ്ങളെ മാനക്കേടിലാക്കരുതേ തമ്പുരാനെ. ഇന്നക ലാ തുഖ്ലിഫുൽ മിയാദ്, നീ വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നവനല്ല. അതൊന്നും ലംഘിക്കൂല. പക്ഷേ ആ വാഗ്ദാനങ്ങൾ അർഹിക്കുന്ന ആ നല്ല മുഅ്മിനീങ്ങൾ ഞങ്ങളെ. അപ്പം അങ്ങനത്തെ മുഅ്മിനീങ്ങളുണ്ട്. ഇനി ഇങ്ങനെ ഖുർആനിലേക്കും ഹദീസിലേക്കും വന്നാൽ മുഅ്മിനീങ്ങളുടെ പല കാറ്റഗറിയും പറയും, പല ദർജകൾ പറയുന്നുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ആയത്ത് ഇങ്ങനെയാണ്: ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി തുമ്മ ലം യർതാബൂ വജാദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹി ഉലൈക ഹുമുസ് സ്വാദിഖൂൻ. യഥാർത്ഥ മുഅ്മിനീങ്ങൾ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുകയും തുമ്മ ലം യർതാബൂ, പിന്നെ യാതൊരു സംശയവും ഇല്ലാതിരിക്കുകയും, വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം, സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത ആളുകൾ, ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവരാണ് സത്യസന്ധരായ വിശ്വാസികൾ. സൂറത്ത് അംഫാലിൻ്റെ ഫസ്റ്റിൽ അല്ലാഹ് പറഞ്ഞു: ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജലത്ത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതു സാദതു ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ നിസ്കരിക്കും ചെയ്യും. അള്ളാഹ് കേട്ടാൽ അവർക്ക് കുറകൊള്ളും. അങ്ങനത്തെ ആളുകൾ. ആയത്ത് കേട്ടാൽ ഈമാൻ കൂടും. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ, അവർ ഹക്കായ മുഅ്മിനീങ്ങളാണ്. അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സത്യസന്ധരായ വിശ്വാസികൾ എന്ന് പറയുന്നത് സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹിൻ്റെ മാർഗത്തിൽ എന്താക്കും? ഹദീസിൽ ഇങ്ങനെ ഉണ്ട്: സലാസുൻ, 3 കാര്യങ്ങൾ. ശരിക്കും മനസ്സിലാക്കി നമ്മൾക്ക് ഏത് കൂട്ടത്തിലാണ് ഇവിടെ നിന്ന് ഇപ്പം നമുക്ക് തീരുമാനിക്കാൻ പറ്റും. 3 കാര്യങ്ങൾ മൻ കുന്ന ഫിയ, 3 കാര്യങ്ങൾ വല്ല ഒരുത്തനും ഉണ്ടെങ്കിൽ വജദ ബി ഹലാവത്തുൽ ഈമാൻ, അവനക്ക് ഈമാൻ്റെ മധുരം ഉണ്ടാവും. എത്ര കാര്യം വേണം? 3 കാര്യം. ആ 3 കാര്യമുള്ളവനിക്ക് ഈമാൻ്റെ ഏത് കിട്ടി? മധുരം കിട്ടി. ഒന്നെന്താ അറിയോ? മൻ ഖാനല്ലാഹു റസൂലോ അഹബ്ബലി മിമ്മാ സിവാഹുമ, അല്ലിം അല്ലാൻ്റെ റസൂലും അവന് അല്ലാത്ത എല്ലാറ്റിനേക്കാളും പ്രിയപ്പെട്ടതാ. സ്വന്തം ജീവനേക്കാളും സമ്പത്തിനേക്കാളും ഒക്കെ. അപ്പോൾ പിന്നെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ട് അല്ലാൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യില്ലേ? രണ്ടാമത്തെ കാര്യം യുഹിബുൽ മർഅ, ഒരാളവൻ സ്നേഹിക്കുന്നു ലാ യുഹിബ്ബു ഇല്ലാ ലില്ലാ, അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ് സ്നേഹിക്കുന്നത്. നമ്മൾ സ്നേഹവും ഒക്കെ ഉണ്ടല്ലോ, അള്ളാഹ്ക്ക് വേണ്ടിയുള്ളൊരു സ്നേഹമുണ്ട്, കാര്യലാഭത്തിന് വേണ്ടിയുള്ളൊരു സ്നേഹമുണ്ട്.
അള്ളാഹ്ക്ക് വേണ്ടിയുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ദീൻ്റെ കാതലാണ്. അത് നല്ല മോമിനിങ്ങൾക്ക് ഈമാൻ്റെ മധുരം കിട്ടിയൊക്കെ ഉണ്ടാവുള്ളൂ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ. അങ്ങനെ നമുക്കാരോടും സ്നേഹമാണെങ്കിൽ ഇവരോട് പറയലും സുന്നത്തുണ്ട്. ഞാൻ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ തന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇതുവരെ ആരോടും പറഞ്ഞിക്കണോ? ഇല്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്. അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ഞാൻ അങ്ങേ നിങ്ങളോടെ ഇങ്ങോട്ട് പറയണോ? അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ നമ്മളാരും പറയുകയാണെങ്കിൽ അഹബ്ബക്കല്ലാഹുല്ലദീ അഹബ്ബതനീ ഫീ, ആ അള്ളാഹിൻ്റെ കാര്യത്തിൽ ഏതൊരു അള്ളാഹിൻ്റെ കാര്യത്തിലാണോ നീ എന്നെ സ്നേഹിച്ചത് ആ അള്ളാഹ് നിന്നെയും സ്നേഹിക്കട്ടെ എന്നാണ് തിരിച്ചു പറയേണ്ടത്. അതൊക്കെ റസൂലുള്ള ശക്തമായിട്ട് പ്രേരിപ്പിച്ച സുന്നത്താണ്. അങ്ങനെ ഈമാൻ്റെ മധുരം കിട്ടിയവർക്കുള്ള ലക്ഷണമാണ് അള്ളാഹ്ക്ക് വേണ്ടി മാത്രം, വേറെ യാതൊരു സ്വാർത്ഥ താല്പര്യത്തിൻ്റെ പേരിലല്ല, നിഷ്കളങ്കമായിട്ട് അള്ളാഹ്ക്ക് വേണ്ടി ഒരു അടിമനെ സ്നേഹിക്കും. ഇപ്പം രണ്ട് കാര്യമില്ലേ ഈമാൻ്റെ മധുരം. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? കുഫറിലേക്ക് തിരിച്ചു പോകലിനോ വെറുക്കുക. തീക്കുണ്ടത്തിലേക്ക് എറിയണത് എപ്രകാരം വെറുപ്പാണോ അതേപോലെ വെറുപ്പാണ് കുഫറിലേക്ക് അതിലാറ് വെറുപ്പിക്കാറും. അല്ല, അങ്ങനത്തെ ഒരു ചരിത്രമാണ്. പണ്ട് നമ്മൾ നല്ല ചട്ടിയിലിങ്ങനെ എണ്ണ തിളപ്പിച്ചിട്ട് ആ തിളച്ച എണ്ണയ്ക്ക് ഇടാൻ കൊണ്ടുപോവാണ്. അപ്പോൾ ഈ സ്വഹാബി കരയാണ്. അപ്പോൾ കരഞ്ഞ സ്വഹാബിനോട് കൈസർ ചോദിച്ചു, എന്തിനാ കരഞ്ഞത്? പറഞ്ഞെന്താണ്, ആ ചുട്ട് തിളക്കുന്ന എണ്ണയിൽ ആദർശത്തിന് വേണ്ടി ബലി നൽകാൻ ഒരു റൂഹല്ലേ എനിക്കുള്ളൂ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ കരയണത്. എൻ്റെ ദേഹത്തിലുള്ള ഓരോ രോമത്തിൻ്റെ എണ്ണം കണ്ടും എനിക്ക് റൂഹുണ്ടെങ്കിൽ ആ റൂഹൊക്കെ ആ ചുട്ട് തിളക്കുന്ന എണ്ണയിൽ ആദർശത്തിന് വേണ്ടി ബലി ചെയ്യാമായിരുന്നല്ലോ. എത്ര റൂഹല്ലേ ഉള്ളൂ. ഇത് പറഞ്ഞ സ്വഹാബിൻ്റെ പേരാണ് ആരറിയോ? അബ്ദുല്ലാഹ് ബിൻ ഹുദാഫ റളിയല്ലാഹു. കിസ്റക്കുള്ള കത്ത് റസൂൽ കൊടുത്തേച്ച ഇദ്ദേഹത്തിൻ്റെ അടുത്തായിരുന്നു. മഹാധിക്കാരിയായിരിക്കുന്ന കിസ്ര ചക്രവർത്തി, കിസ്ര പ്രവേശ്. അവിടെ ചെന്നപ്പോൾ കത്ത് പാറാവുകാർ പറഞ്ഞു, ഞങ്ങൾ കൊണ്ടുപോയി, നിങ്ങളെത്തൊന്നും തരൂല, ഞാൻ നേരിട്ട് അയാളത്തേക്ക് കൊടുക്കുള്ളൂ പറഞ്ഞു. നേരിട്ട് അങ്ങോട്ട് പോയി കൊടുത്തു. പോകുന്നതാണ്. പിന്നെ കൈസർ ചക്രവർത്തിൻ്റെ കൊട്ടാരത്തിലും ഇയാൾ ബന്ദിയായിട്ട് വന്നു. ആ സമയത്ത് കൈസർ പറഞ്ഞു, ഇസ്ലാമിൽ നിന്ന് പിൻവാങ്ങുകയാണെങ്കിൽ, രാജിവെക്കുകയാണെങ്കിൽ ഈ അധികാരത്തിൻ്റെ പൗതിയാണ് തരാം. പല ഓഫറും നൽകി, അതിലൊന്നും വാങ്ങിയില്ല. അയാളൊക്കെ എത്രയോ ഇഷ്ടം എനിക്ക്, 1000 വട്ടം ഇഷ്ടം എനിക്ക് മരണമാണ് നമുക്ക് പറഞ്ഞു. ഇസ്ലാമിൽ നിന്ന് രാജിവെക്കണതിനെക്കാട്ടിലും 1000 ഏത് അധികാരം കിട്ടിയിട്ടും കാര്യം എനിക്ക് അയാളെ മരണം, എന്നെ കൊന്നുവിളിയാണ്, കൊല്ലം കൊണ്ടുപോകണം. അപ്പോൾ വലിയൊരു ഉരുളിയിൽ കുറേ എണ്ണ തിളപ്പിച്ചിട്ട് 2 മുസ്ലിം ബന്ദികളെ ആ തിളക്കണ എണ്ണയിലിട്ട് കരിച്ചിനെ കാണിച്ചു കൊടുത്തു. ആ 2 ബന്ദികളുടെ ഇറച്ചിങ്ങനെ എല്ലുമെന്ന് ഉതിർന്നിങ്ങനെ വീണിട്ട് വെളുത്ത എല്ലൊക്കെ കാണാൻ തുടങ്ങിയില്ല എണ്ണയിൽ. ആരെ മുമ്പെന്നത്? ഇബ്നു ഉദാഫിൻ്റെ മുമ്പെന്നാണ്. അത് കണ്ടിട്ടാണ് ഇബ്നു ഉദാഫ് കരയണത്. അപ്പോൾ ഇവർക്കൊരു തോന്നലുണ്ടായി, ഇയാളിപ്പം മടങ്ങി വയ്ക്കാറത് കണ്ടാൽ ഇസ്ലാമിൽ നിന്ന്. അതിൽ പിടിച്ചുകൊണ്ടെന്ന് കൈസർ ചോദിച്ചു, മടങ്ങണോ ചോദിച്ചു. മടങ്ങണില്ല. പിന്നെ എന്തിനാ കരഞ്ഞതെന്ന്. അപ്പോഴാണ് ആ മറുപടി പറഞ്ഞത്, എൻ്റെ വിശ്വാസത്തിന് പകരമായി ആ എണ്ണയിലേക്ക് നൽകാൻ ഒരു ജീവനല്ലേ എനിക്കുള്ളൂ. ദേഹത്തുള്ള ഓരോ രോമത്തിനു പകരം ജീവുണ്ടാവുകയും അതൊക്കെ ആ എണ്ണയിലിടാൻ ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് കരഞ്ഞതാണ് പറഞ്ഞപ്പോൾ കൈസർ വെറുതെ വിടുകയാണ് ചെയ്തത്. അബ്ദുല്ലാഹ് ബിൻ ഹുദാഫ റളിയല്ലാഹു. ഇതാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, ഈമാൻ്റെ മധുരം കിട്ടിക്കഴിഞ്ഞാൽ ഈമാനിൽ നിന്ന് പിന്നെ വ്യതിചലിച്ച് കുഫറിലേക്ക് പോകുക എന്നുള്ളത് തീക്കുണ്ടത്തിലേക്ക് എറിയണത് പോലെ അരോചകമായിട്ട് അവർക്ക് തോന്നുന്നതാണ്. മനസ്സിലായി നിങ്ങൾക്ക്? ഇന്നത്തെ മോമിനിങ്ങളൊക്കെ, കുറേ മോമിനിങ്ങളൊക്കെ ഞാൻ പറയണില്ല, മോമിനിങ്ങൾ തന്നെയാണ്. കുറഞ്ഞ എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടുകയാണെങ്കിൽ എന്ത് ഭാഷ ഉപയോഗിക്കാനും എന്ത് പറയാനും എന്ത് ചെയ്യാനൊക്കെ തയ്യാറുള്ള ധാരാളം മോമിനിങ്ങളുള്ള കാലഘട്ടമാണ്. അപ്പോൾ മനസ്സിലായി നിങ്ങൾക്ക്? ഈമാൻ്റെ മധുരം ഇതിനെ സംബന്ധിച്ചാണ് മോമിനിങ്ങളെ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്. എന്തരോ ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തിൻ്റെ ബാക്കി തന്നെയാണ്. ഏതാണ് ഇപ്പോൾ ആയത്ത്? ഹുജ്റാത്ത് സൂറത്തിലാണ് അതൊക്കെ. വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാന ഉലൈക ഹുമുർ റാഷിദൂൻ. കേട്ടോ നിങ്ങൾ? നല്ലോണം ശ്രദ്ധിച്ചോളി. സൂറത്ത് ഗുജറാത്തിൽ ആണ് ഇതൊക്കെ ഉള്ളത്. നല്ല മുഅ്മിനീങ്ങളെ പറ്റിയുള്ള ഗുണങ്ങളാണ്. വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, അല്ലാഹു തആല നിങ്ങൾക്ക് ഈമാൻ നല്ല പ്രിയങ്കരമാക്കി തന്നു. വസയ്യനഹു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അല്ലാഹു തആല അത് ചേതോഹരമാക്കി തന്നു. വകറഹ ഇലൈക്കുമുൽ കുഫ്റ, സത്യനിഷേധത്തെ അല്ലാഹു തആല നിങ്ങൾക്ക് അരോചകമാക്കുകയും ചെയ്തു. വൽ ഫുസൂഖ, അധർമ്മത്തെയും വൽ ഇസ്യാന, അനുസരണക്കേടിനെയും ഒക്കെ നിങ്ങൾക്ക് അരോചകമാക്കി. ഉലൈക ഹുമുർ റാഷിദൂൻ, അങ്ങനെയുള്ള സ്വഭാവമുള്ളവരാണ് നേർവഴി പ്രാപിച്ച ആളുകൾ. ഈമാൻ ഭയങ്കര രസം.
അനുസരണമൊക്കെ ഭയങ്കര ഹൃദ്യമായി തോന്നുക, അതിൽ നിർവൃത്തി ഉണ്ടാകുക, അനുഭൂതി ഉണ്ടാകുക. സത്യനിഷേധവും അനുസരണക്കാടൊക്കെ വളരെ അരോചകമായിട്ട് തോന്നുക. നിസ്കാരം ഭയങ്കര രസം, നോമ്പൊരു രസം, യുദ്ധം ചെയ്തൊരു രസം ഉണ്ടോ? ഇത് സ്വഹാബത്തിനോട് അള്ളാഹ് പറയാണ്. വേറെ ഹദീസിൽ ഇങ്ങനെ ഉണ്ട്, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല, ഹത്തായക്കുന ഹവാവു, അവൻ്റെ ദേഹേച്ഛാകുന്നത് വരെ, തബലിമ ജീത്തു ബിഹി, ഞാൻ കൊണ്ടുവന്ന ഈ ആദർശത്തോട് പിൻപറ്റുക. അപ്പോൾ റസൂലുള്ളാഹി കൊണ്ടുവന്ന ഈ ദീനും ശരീഅത്തുണ്ടല്ലോ, അത് ദേഹേച്ഛയായിട്ട് മാറുക. കണ്ടണോ അങ്ങനത്തെ പോലെ? നമ്മളൊന്നും അങ്ങനെ ആയിട്ടില്ല, അങ്ങനത്തെ പോലെ ഞാൻ കണ്ടെന്ന് പറയാം. ഇപ്പം സിനിമ കാണൽ നിർത്തിയെന്ന പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. രാത്രി 2-3 സിനിമ കാണും. ഈ പള്ളിയിൽ ഇവിടെ കുത്തുന്ന എന്നോട് ഒരാൾ പറഞ്ഞ, ചെറുപ്പക്കാരൻ ഇവിടെ കുത്തുന്നോട് പറഞ്ഞാണ്, ഒരു രാത്രി 3 സിനിമ കാണുമായിരുന്നു. ഇപ്പോൾ സിനിമ എനിക്ക് കണ്ടുകൂടാ, പാട്ടുകൾ എനിക്ക് അരോചകമാണ്. നമ്മൾ ഈ പരിസരത്തുള്ള ഒരാൾ തന്നെയാണ്, ഒരു ചെറുപ്പക്കാരനാണ്. എന്നോട് പറഞ്ഞാണ്. എന്നോടങ്ങനെ പറഞ്ഞ കുറേ അനുഭവങ്ങളുണ്ട്, ഒരാൾതും രണ്ടാൾതൊന്നുമല്ല. ഈ അവസ്ഥ ധീരാണ് പിന്നെ ദേഹേച്ഛയായിട്ട് വരിക. നിസ്കരിക്കൽ അന്ന് പിന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, എനിക്ക് ദുനിയാവിലെ ഏറ്റവും വിനോദം 3 കാര്യങ്ങളാണ്. ഒന്ന് സുഗന്ധം, ഒന്ന് സ്വാലിഹത്തായ പെണ്ണ്, മറ്റൊന്ന് നിസ്കാരത്തിൽ എൻ്റെ കണ്ണിൻ്റെ കുളിർമാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഏറ്റവും രസം ഒന്ന് റസൂലുള്ളാഹിനെ അങ്ങനെ കാണൽ, റസൂലുള്ളാഹിൻ്റെ സദസ്സിൽ വന്നിരിക്കൽ, എൻ്റെ സമ്പത്തൊക്കെ റസൂലുള്ളാഹിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ചിലവഴിക്കൽ എന്നാണ് ആര് പറഞ്ഞത്. അപ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, എനിക്ക് ശത്രുക്കളുമായിട്ട് യുദ്ധക്കളത്തിൽ ശത്രുക്കളുടെ ഏറ്റുമുട്ടലാണ് ദുനിയയിൽ ഏറ്റവും വലിയ രസം, അള്ളാഹിൻ്റെ ഹദ്ദുകൾ നടപ്പാക്കലാണ് എനിക്ക് ഏറ്റവും വലിയ രസം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യം, നല്ല ചൂടുകാലത്ത് നോമ്പ് നോൽക്കലാണ് എനിക്ക് ഭയങ്കര രസം. ആര് പറഞ്ഞേ? അലി റളിയല്ലാഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട 3 കാര്യം പറഞ്ഞു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറഞ്ഞ മറ്റേ 3 കാര്യമാണ്. എന്ത്? ഭക്ഷണം നൽകുക, സലാമിനെ പരത്തുക, രാത്രി തഹജ്ജുദ് നിസ്കരിക്കുക. ഈ 3 കാര്യമാണ് എനിക്ക് ദുനിയാവിൽ ഏറ്റവും എന്നാണ് ആര് പറഞ്ഞത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറഞ്ഞത്. 4 ആളും 4 ആൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ ജിബ്രീലിന് ഇഷ്ടപ്പെട്ട 3 കാര്യമെന്ന് പറഞ്ഞു. പിന്നെ പോയി എന്നാണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട 3 കാര്യം പറഞ്ഞു. അതെന്താ കാര്യം? അത് ഞാൻ പറഞ്ഞുതരാം. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യം 3 എണ്ണം. ഒന്ന്, തെറ്റ് ചെയ്ത ആളുകൾ തൗബ ചെയ്യുമ്പോൾ അത് പുറത്തു കൊടുക്കൽ. കേട്ടോളി, ദുനിയാവിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യം, ദോഷികളായ ആളുകൾ കുറ്റബോധത്തോടു കൂടെ പടച്ചോനെ എന്ന് വിളിക്കുമ്പോൾ അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ദുനിയാവിൽ. രണ്ടാമത്തെ, തെറ്റ് ചെയ്ത ആളുകൾ തൗബ ചെയ്യണമെങ്കിൽ അവരെ പിടിച്ച് ശിക്ഷിക്കൽ. മൂന്നാമത്തെ, കുടുങ്ങിയ ആളുകളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യൽ. അപ്പോൾ ഈമാൻ്റെ മധുരം കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഓർക്ക് അള്ളി റസൂലാണേക്കാളും സ്വന്തം ജീവനേക്കാളും ഏറ്റവും വലുത്. ഇങ്ങനത്തെയൊക്കെ അവസ്ഥകളുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാനൊന്ന് പറഞ്ഞുതരാം. നമുക്കിപ്പോൾ ഇന്നിപ്പോൾ മുഅ്മിനീങ്ങൾക്ക് ഈ പറഞ്ഞ വായതകളൊന്നും ഇല്ലാത്തൊരു കോലാണ് ഇപ്പോൾ കാണുന്നത്. മുഅ്മിൻ എന്ന് പറഞ്ഞപ്പോൾ ആർക്കും കണ്ണിൻ്റെ വരെ കണ്ടുകൂടാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം ഉണ്ടായതാണ് അത്, 2-3 കൊല്ലമായിട്ടുണ്ടായത്. മുസ്ലിമാണ്, അവന് ജോലിയില്ല, അവനോട് റൂം എടുക്കാൻ പറ്റൂല. ഈ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അങ്ങനെ. ആ സ്ഥാനത്തോടെ മുമ്പിൻ്റെ അവസ്ഥ എന്താ പറഞ്ഞത്? നിങ്ങൾ അത്തിപ്പറ്റസ്ഥൊക്കെ മരിച്ചാൽ നിങ്ങൾ കേട്ടില്ലേ? അവിടുത്തെ ഹിന്ദുക്കളടക്കം ഭയങ്കര സങ്കടപ്പെടുകയും അതാണ് മുഅ്മിനീങ്ങളുടെ അവസ്ഥ. ഒരിക്കൽ റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞു മുഅ്മിനീങ്ങളെ, എന്താണെന്നറിയോ? ഈമാൻ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ മാത്രമൊന്നുമില്ല, കേട്ടോളി. വല്ലാഹി ലാ യുഅ്മിനു എന്ന് 3 വട്ടം പറഞ്ഞു. അള്ളാഹ് സത്യം മുഅ്മിനല്ല, അവൻ മുഅ്മിനല്ല എന്ന് 3 വട്ടം. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, ആരാ നബിയെ മുഅ്മിനല്ലാത്തതെന്ന്? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞാണ്, അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവായിക്കഹു, ഇവൻ്റെ ഉപദ്രവത്തെ തൊട്ട് അവൻ്റെ അയൽവാസികൾ സുരക്ഷിതരല്ല. നമുക്ക് ഈമാൻ ഉണ്ടല്ലേ എന്നുള്ളത് നമ്മളെ അയൽവാസികളുടെ സാക്ഷ്യമാണ്. നമ്മൾ അയൽവാസികൾ പറയണം നല്ല മനുഷ്യനാണ്, അല്ല നമ്മൾ പള്ളിയിൽ അവിടെ മാത്രമൊന്നും മുഅ്മിനാവില്ല. എങ്ങനെയുണ്ട്? ലാ യുഅ്മിനു ഹത്താ യഅ്മന ജാറുഹു. വേറെ ഹദീസിൽ അല്ലാഹു റസൂൽ ഇങ്ങനെ പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ വഖിയാർക്കും ഖിയാർകുൽ ലിനിസാഇഹിം. ഏറ്റവും നല്ല മുഅ്മിനീങ്ങൾ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. നിങ്ങളിലെ ഏറ്റവും നല്ല ഉത്കൃഷ്ടരായ ആളുകൾ സ്വന്തം ഭാര്യമാരോടും പെണ്ണുങ്ങളോടും ഏറ്റവും ഉത്കൃഷ്ടമായി പെരുമാറുന്നവരാണ്. നമ്മളെ ഭാര്യമാർ സാക്ഷ്യം വഹിക്കണം, നല്ല മനുഷ്യനാണ് എൻ്റെ പുതിയാപ്പിള എന്നുള്ളത്. എങ്ങനെയുണ്ട്? അങ്ങാടിയിലൊക്കെ എല്ലാവർക്കും നല്ല ഉഷാറാണ്, എന്തോ ഒരു നല്ല മനുഷ്യൻ. പെരീക്കാട് ചെന്നാൽ ആ ജാതി ആളുകളൊന്നും അതിൽപ്പെടൂല, നല്ല മുഅ്മിനല്ല. പിന്നെ അല്ലാഹു റസൂൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞറിയോ,
ലാ യുമിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. സ്വന്തത്തിന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് തൻ്റെ മുസ്ലിമായ സഹോദരനും ഇഷ്ടപ്പെടണം. നമുക്ക് ഇഷ്ടപ്പെടണമൊക്കെ അങ്ങനെ നല്ലൊരു ഈമാൻ്റെ മധുരം കൽബൊക്കെ എത്തിനെങ്കിൽ അങ്ങനെ ഉണ്ടാവും. കാരണം ഓരോരുത്തരെ പറ്റി നമുക്ക് അള്ളാനുള്ള ഏറ്റവും ഇഷ്ടം, ആ അള്ളാഹിൽ വിശ്വസിച്ചവരൊക്കെ ആളുകളാണ്. ഏറ്റവും വിജയിച്ച കൂട്ടരാരാണ്? മുഅ്മിനീങ്ങളാണ്. ആ മുഅ്മിനീങ്ങൾക്ക് ദുനിയാവുണ്ട്, ആഖിറത്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ മുഅ്മിനാവണമെങ്കിൽ ആ മുഅ്മിനീങ്ങൾ നരകത്തിലുണ്ട്. അത് മനസ്സിലാക്കട്ടെ. എല്ലാ വേറെ ഹദീസിൽ ഇങ്ങനെ പറഞ്ഞില്ലേ, അൽ മുഅ്മിനൂന ഫീ തവാദ്ദുഹിം വ തറാഹുമിഹിം, തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെ കാര്യത്തിൽ മുഅ്മിനീങ്ങൾ കനഫ്സിൻ വാഹിദ, ഒറ്റ നഫ്സ് പോലെയാണ്. ഒരവയവത്തിന് എന്തെങ്കിലും പറ്റിയാൽ ഫുള്ളായിട്ടാണ് ഉറക്കം വെച്ചുക. തലവേദന ഉണ്ടെങ്കിൽ ഉറക്ക് കാലിനും പോകും, എല്ലാവർക്കും പോകില്ലേ. മുഅ്മിനീങ്ങളുടെ കാര്യം ഒരു പ്രശ്നമാക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നും റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഫലസ്തീനിൽ അല്ലെങ്കിൽ ആ ഗസയിലൊക്കെ മുഅ്മിനീങ്ങൾ ഇങ്ങനെ ഒരു വക്ത് പോലും അല്ലാഹുവോട് പറഞ്ഞില്ല പഠിച്ചവനായിട്ടുള്ള രക്ഷപ്പെടുത്താൻ. എന്ത് മുസ്ലിമാ ഒന്ന് ആലോചിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും പറ്റുകയാണോ അല്ലാതെ നല്ലതെന്ന് വരക്കൂലേ. ആയിട്ടുള്ള രക്ഷപ്പെടുത്തണേ പഠിച്ചവനെ എന്ന് ആത്മാർത്ഥമായിട്ട് ഒന്നും പറഞ്ഞില്ല. അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞത് വസ എന്നുള്ളത്. മിനിക്ക് നിങ്ങൾ ഓൻ അള്ളാൻ ഏറ്റവും വലുത്, ആ അള്ളാൻ്റെ ആളുകളൊക്കെ അവൻ്റെ ആളുകളാണ്. നാളെ ഖബറിൽ ആരാണ് നിൻ്റെ സഹോദരി സഹോദരന്മാർ നോക്കുമ്പോൾ അൽ മുഅ്മിനൂന ഇഖ്വാനി വൽ മുഅ്മിനാത്തു, ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളും എൻ്റെ സഹോദരങ്ങളാണ്. അത് എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടിയാണ് നമ്മൾ ദ്വാരക്കണത് അല്ലേ. നിസ്കാരത്തിലും ദ്വാരക്കണം, നിസ്കാരം കഴിഞ്ഞിട്ടും ദ്വാരക്കണം. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തിൽ അഹ്യാഇ മിൻഹും വൽ, അത് ദ്വാരക്കല്ലേ ഖുതുബക്ക്. അല്ല ഞാൻ ഖുതുബ ശരിയാവില്ല. കാരണം ഖുതുബൻ്റെ 5 ഫർദിൽ 5ാമത്തെ ഫർദ് രണ്ടാമൊരു ഖുതുബയിൽ ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്കൊക്കെ വേണ്ടി ദ്വാരക്കണം. കോട്ടക്കാർക്ക് വേണ്ടി ദ്വാരന്നാൽ പോരാ, ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടി ദ്വാ ചെയ്തു. ഞാനുണ്ട്. എന്താണ് ഈമാൻ നിങ്ങളെന്ന് പറഞ്ഞാണ്. നിങ്ങൾക്ക് ഒറ്റ ഹദീസ് ഞാൻ പറഞ്ഞുതരാം, അപ്പോൾ എല്ലാം ശരിയാവും. പിന്നെ കൂടുതൽ പറയേണ്ടി വരില്ല. അതിങ്ങനെയാണ്, ലൻ തദ്ഖുൽ ജന്നത ഹത്താ തുഅ്മിനു, മുഅ്മിനാവാതെ നിങ്ങൾക്ക് സ്വർഗ്ഗത്ത് പോകാൻ കഴിയൂല. വലൻ തുഅ്മിനു ഹത്താ തഹബു, തമ്മിൽ സ്നേഹിക്കുന്നവരെ നിങ്ങൾ മുഅ്മിനീങ്ങളുമല്ല. ഈ വിശദീകരണം ഞാൻ പറയണില്ല. എനിക്കിങ്ങനെ ഓരോന്നുള്ളി പുറക്കി പറയാനൊക്കെ ഉണ്ട്. ഞാൻ എനിക്കൊന്നും പോകണില്ല. എന്താ കേസ് ഇപ്പോൾ മനസ്സിലായില്ലേ. മുഅ്മിനീങ്ങളൊന്നും ശരിക്കുള്ള മുഅ്മിനീങ്ങളെ സ്വഭാവങ്ങളൊന്നും കൂടുതൽ ഒത്തിട്ടില്ല എന്ന് മാത്രമല്ല, മുനാഫിക്കീങ്ങൾക്ക് പറഞ്ഞ സ്വഭാവം കുറേ ഒത്തു ചെയ്തുകളും. മുനാഫിക്കീങ്ങൾക്ക് ഖുർആനിലും ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നോക്കി, വല്ലദീന ഇദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല, ഒരു നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരു മടിമുയിച്ചിലോടുകൂടെ നിൽക്കുള്ളൂ. വലാ യദ്കുറൂനല്ലാഹ ഫിഹാ ഇല്ലാ ഖലീല, ആ നിസ്കാരത്തിൽ വളരെ കുറച്ചല്ലാതെ അള്ളാഹിനെ കുറിച്ച് അവർക്ക് ഓർമ്മയൊന്നും ഉണ്ടാവില്ല. ഇതാരെ പറ്റി പറഞ്ഞാന്നറിയാം? ഇത് മുനാഫിക്കീങ്ങളെ പറ്റി പറഞ്ഞാണ്. ഇത് മുഅ്മിനീങ്ങളെ വർത്താനല്ല ഈ പറയണത്. മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞത് എങ്ങനെയാണ്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം, മുഅ്മിനീങ്ങൾ വിജയിച്ചു, അവർ നിസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ്. വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ, ഒരു നിസ്കാരത്തിൽ നമുക്ക് ഭയങ്കര ജാഗ്രതയാണ് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ. അതാണ് മുഅ്മിനീങ്ങൾ. മുനാഫിക്കുകളോ ഇതാ കാമു ഇല സ്വലാത്തി കാമു, ഒരു മണം വേണ്ടിച്ചിട്ടുള്ള നിസ്കാരം. അതിൽപ്പെട്ടതാണ് ഇപ്പോൾ ഏത് കാര്യങ്ങൾ. ഇപ്പോൾ ജുമാക്ക് അങ്ങനെ വന്നിട്ട് ചിലർ പള്ളീൻ്റെ അടുത്തുള്ള പീഡിയതനോട് കുത്തിരിക്കും. ഇങ്ങോട്ട് തറപ്രസംഗം കഴിഞ്ഞോട്ടെ, ഖുതുബയൊക്കെ കഴിഞ്ഞോട്ടെ, വേറെ ചിലവർ വെച്ച് പള്ളിയിൽ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ മൊബൈലായിട്ട് ഇങ്ങനെ കുത്തിരിക്കുക കുട്ടികളൊക്കെ. അപ്പോൾ നമ്മൾ അവിടെ തുറന്ന് ഡോർ ഇറങ്ങി അപ്പോൾ അവർ നെട്ടിച്ചാട്ടം ഇവർക്ക്. അപ്പോൾ തന്നെ നമുക്കറിയാം ഈ കാണൽ ശരിയായ കാണലല്ല എന്നല്ല, അൽക്ക് പോതൊന്നല്ല ഇതിൽ എന്നുള്ളത്. ഇതാ കാമു ഇലസ്വരാതി കാമു, കുസാലൻ്റെ അർത്ഥത്തിൽ അതൊക്കെ പെട്ടു. വലാ യദ്കുറൂനല്ലാഹ ഫിഹാ ഇല്ലാ ഖലീല, വളരെ കുറച്ചല്ലാതെ ഒരു അള്ളാനെ ഓർക്കൂല. അതേ സ്ഥാനത്ത് നല്ല മുഅ്മിനീങ്ങൾ 10 മണിക്കന്നെ ജുമാക്ക് വരുന്നത്, സുബൈക്കന്നെ ജുമാക്ക് വരുന്നത്, വക്തിനൊക്കെ 10 മുമ്പ് തന്നെ വന്ന് റെഡിയാണ്. അങ്ങനത്തെ ആളുകളുണ്ട്. വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ, നിസ്കാരത്തുമൊക്കെ ഭയങ്കര ശ്രദ്ധയുള്ളവരാണ്. ഉലൈകഹുമുൽ വാരിസൂന അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫിഹാ ഖാലിദൂൻ. അങ്ങനെയുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഒരു മുഅ്മിനിക്ക് അള്ളാഹിൻ്റെ അടുത്ത് ഭയങ്കര വില ഉണ്ട്. മുഅ്മിൻ്റെ അത്ര വിലയുള്ള വേറൊന്നുമില്ല എന്നുള്ളതാണ്. ആണെങ്കിൽ അതൊരു മനസ്സിലാക്കി. ലൈസ ഷൈഉൻ അക്രമ അലല്ലാഹി, ലൈസ ഷൈഉൻ അക്രമ അലല്ലാഹി മിനൽ മുഅ്മിനി, മുഅ്മിനിനെക്കാട്ടിലും വിലയുള്ള ഒന്നുമില്ല അള്ളാഹിൻ്റെ അടുത്ത്. അത് നമ്മൾ മനസ്സിലാക്കണം. മുഅ്മിനികൾ അള്ളാഹിൻ്റെ അടുത്ത് ഏറ്റവും മൂല്യമുള്ളത് മുഅ്മിനാണ്. ഹജ്ജത്തുൽ വദാഇൽ പറഞ്ഞില്ലേ, ഈ പരിശുദ്ധമായ മാസത്തിൽ, ഈ സുദിനത്തിൽ, ഈ പരിശുദ്ധ പട്ടണത്തിനുള്ള പവിത്രത എന്താണോ അതേപോലെയാണ് സത്യവിശ്വാസിയുടെ അഭിമാനവും രക്തവും സമ്പത്തും എന്നാണ് പറഞ്ഞത്.
അവർക്ക് കഅബനെ നോക്കിയിട്ട് അള്ളാഹു റസൂൽ പറഞ്ഞു, മാ അത്യബക് മാ അക്രമക്, എന്താണ് നിന്റെ ബഹുമാനം കഅബനോടേ, വലാകിന്നൽ മുഅ്മിൻ അക്രമു മിൻക്, മുഅ്മിൻ നിന്നെക്കാട്ടിലും മൂല്യമുള്ളവനാണ്. കഅബനെക്കാട്ടിലേ ഒരു മുഅ്മിൻ ഒരാൾ കൊന്നാൽ ഈ ദുനിയാവ് നോയിട്ട് നീങ്ങിപ്പോകും പോലെയാണെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. മുഅ്മിനെ ചീത്ത പറയൽ ഫുസൂക്കാണ് പറഞ്ഞു. മുഅ്മിനായിരിക്കുന്ന മനുഷ്യൻ്റെ ഗീബത്ത് പറഞ്ഞവർക്ക് നരകാണെന്ന് ഖുർആൻ പറഞ്ഞു. ഇവിടെ ഏതാ സൂറത്ത്? നേരത്തെ നിങ്ങൾ നിസ്കരിച്ചവർക്ക് നരകണ്ടായിരുന്ന ആയത്ത് ഓതില്ലേ, അതേമാർക്ക് നിങ്ങൾ ഓതേണ്ട ഒരു ആയത്തിൻ്റെ ഏതാരോ, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. നരകം ആർക്കുള്ളതാണ്? ഹുമസത്ത് ലുമസത്ത്, ജനങ്ങളെ ആക്ഷേപിച്ചും അധിക്ഷേപിച്ചും നാവുകൊണ്ടും ശരീരഭാഷ കൊണ്ടൊക്കെ മനുഷ്യന്മാരെ അങ്ങനത്തെക്കുള്ളതാണ് നരകം. മുഅ്മിനായിരിക്കുന്നൊരു മനുഷ്യനെ പരദൂഷണം പറയാം എന്ന് പറഞ്ഞാൽ അത് നരകത്തേക്കാണ്. ഒരു മുഅ്മിനെ കൊണ്ട് അങ്ങനെ പറയാൻ കഴിയില്ല. ഒരു മുഅ്മിനക്ക് മറ്റൊരു മുഅ്മിനോട് ഭയങ്കര സ്നേഹമല്ല, ഇഷ്ടമല്ലേ, പിന്നെ അങ്ങനെ കുറ്റം പറയണത്? കുറ്റം പറയില്ല, പറയാൻ അയക്കൂല, പറയില്ലേ എന്ന് പറയും. അങ്ങനെ പറഞ്ഞതിന് കൂലി എന്താണെന്നറിയോ? റസൂൽ പറഞ്ഞു, ഓൻ അല്ലാഹുവിൻ്റെ നരകത്തെ തൊട്ട് തടുക്കുന്ന ഒരു മുഅ്മിനായിരിക്കുന്ന മനുഷ്യൻ്റെ അഭിമാനം ഒരാൾ കാത്തു രക്ഷിച്ചാൽ എന്താ ഈപത്തിറുമ്പോൾ തടുത്തു പറയാൻ അയച്ചില്ല, എന്നാൽ ഇവൻ്റെ തടി അല്ലാഹുവിൻ്റെ നരകത്തെ തൊട്ട് കാക്കുമെന്നാണ് ഈ തടുത്തോനെ. അത്രയും വിലയുണ്ട് മുഅ്മിന്. മനസ്സിലായില്ലേ? മുഅ്മിനീങ്ങൾക്ക് പറഞ്ഞ നല്ല നല്ല ഗുണങ്ങളൊക്കെ വളരെ കുറവാണ് ഇന്നത്തെ മുഅ്മിനീങ്ങൾ. അതുകൊണ്ടാണ് ഈ പറഞ്ഞ വയതിൻ്റെ ഒക്കെ നേരെ വിപരീതമായിട്ട് നമ്മളിന്ന് കാണുന്നത്. ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും സ്വഹാബത്തിനുണ്ടായിരുന്നു. ലോകത്ത് അത്ര ഉന്നതരായ ഒരു കൂട്ടർ വേറെ ഉണ്ടായിട്ടില്ല. ദുനിയാവിലും അങ്ങനെ തന്നെ, നാളെ പരലോകത്തും അങ്ങനെ തന്നെ. ഇവിടെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഔന്നത്യമുള്ള വിഭാഗം സ്വഹാബത്താണ്. അത്ര പദവി ഒരാൾക്കുമില്ല. ദുനിയാവിൽ അങ്ങനെ ഉണ്ടായത്, ഭയങ്കര ഇജ്ജത്തുണ്ടായത്. ഞാൻ പറഞ്ഞില്ലേ, പോയവർക്കൊക്കെ വിജയമായിരുന്നു. അല്ലാഹു റസൂൽ ഇങ്ങനെ പറഞ്ഞു, ഇനിയൊരു കാലം വരും, അന്നൊരു വിഭാഗം യുദ്ധത്തിന് പോകും. അപ്പോൾ ഇങ്ങനെ ചോദിക്കപ്പെടും, നിങ്ങളുടെ കൂട്ടത്തിൽ സ്വഹാബികളുണ്ടോ? ഉണ്ട്. സ്വഹാബികളുള്ള കൂട്ടത്തിന് വിജയം ഉണ്ടാവും. പിന്നൊരു കാലം വരും, സ്വഹാബികളുണ്ടോ? ഇല്ല. സ്വഹാബത്തിനെ കണ്ടോലുണ്ടോ? ഉണ്ട്. ഓൽക്കും വിജയം ഉണ്ടാവും. ഇതൊക്കെ നടന്നതാണ് ലോകത്തെ മുഅ്മിനീങ്ങൾ. പിന്നൊരു കൂട്ടക്കാർ വരും, സ്വഹാബിനെ കണ്ടോൾക്ക് താബി എന്ന് പറയാം. കണ്ടോലുണ്ടോ? താബിങ്ങൾ, ഓൽക്കും വിജയം ഉണ്ടാവും. എന്താണ് ആ വിജയം? സ്വഹാബത്തിനെ കണ്ടോല കൂട്ടത്തിൽ. അത്ര വലിയ പദവിയാണ് റസൂലുള്ളാഹിൻ്റെ. ആ സ്വഹാബത്തിന് ഈ മുഅ്മിനീങ്ങൾക്ക് പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഉണ്ടായിരുന്നു. മുഅ്മിനീങ്ങൾ ആ സ്വഹാബത്തിനെ പറ്റി അല്ലാഹു പറയാണ്, വയൂസിറൂന അലാ അൻഫുസിഹിം, സ്വന്തത്തെക്കാൾ മറ്റുള്ളവരവരെ തിരഞ്ഞെടുക്കുന്നു. വലോ കാന ബിഹിം ഖസാസ, അവർക്ക് തന്നെ അങ്ങേയറ്റത്തെ ടൈറ്റും ദാരിദ്ര്യവും ഉള്ളപ്പോൾ തന്നെ സ്വന്തത്തെക്കാൾ മറ്റുള്ളവരവർ അല്ലേ? ഖുർആൻ സ്വന്തത്തിന് വേണ്ടി സ്നേഹിക്കണമെന്ന് മറ്റുള്ളവർക്കും സ്നേഹിക്കണമെന്നേ റബ്ബ് പറഞ്ഞുള്ളൂ. അപ്പോൾ സ്വന്തത്തെക്കാളും മറ്റുള്ളവരെ എന്താക്കുന്നു? എത്ര രംഗങ്ങളുണ്ടായി സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് അല്ലാഹു തആല പറയണത്. ഞാൻ ഇന്നലെ ഇക്രിമ ഷഹീദായതൊക്കെ പറഞ്ഞില്ലേ, അബൂജഹലിൻ്റെ മകൻ. വെള്ളം എന്ന് പറഞ്ഞു ഷഹീദാ നേരത്ത്. വെള്ളം കൊണ്ടെടുക്കുമ്പോൾ അടുത്ത ആൾ വെള്ളത്തിന് ചോദിക്കണം, അങ്ങോട്ട് കൊടുത്തോളാന്ന്. അപ്പം അയാൾ വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കും, മറ്റേ ആൾ വെള്ളം ചോദിക്കണ കേട്ടു, അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ തന്നെ അയാൾ മരിച്ചു, മറ്റേ അയാളും മരിച്ചു, മൂന്നാളും കുടിച്ചില്ല. അതിൽപ്പെട്ട ഒരാളാണ് ഇക്രിമ റളിയല്ലാഹു. മരിക്കണ സമയത്ത് തുള്ളി വെള്ളം കൊണ്ടുവരിയെന്ന് പറഞ്ഞതാണ്. ആ വെള്ളം കുടിച്ചാൽ നോക്കുമ്പോൾ മറ്റേ ആൾ വെള്ളത്തിന് ചോദിച്ചപ്പോൾ അങ്ങോട്ട് കൊടുക്കാൻ പറയണേ. വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. ഒരു നിസ്കാരത്തിൻ്റെ ഇടയിൽ ഒരു തോട്ടത്തിൽ നിസ്കരിച്ചപ്പോൾ ശ്രദ്ധ തെറ്റി. തോട്ടത്തിൽ ഇടതൂർന്ന് വളർന്ന മരങ്ങൾക്കിടയിൽ ഒരു കിളി ഇങ്ങനെ പാറി കളിച്ചിനെ കണ്ടാണ് മൂപ്പര് നിസ്കാരം 3 or 4 എന്നുള്ളത് മൂപ്പര് ആ തോട്ടം അല്ലാഹുവിലേക്ക് വേണ്ടി. കാരണം ഈ തോട്ടം കാണാനായിട്ട് എൻ്റെ നിസ്കാരത്തിന് തകരാറ് പറ്റി, അതുകൊണ്ട് എനിക്ക് തോട്ടം വേണ്ട. ഞാനെപ്പോഴും പറയില്ല, നമ്മളൊക്കെ ഈ നില സ്വീകരിക്കുകയാണെങ്കിൽ നമുക്കൊരു തോട്ടം ഉണ്ടാവില്ല. ഇന്നലെ എനിക്ക് ഒരു ചോദ്യം വന്നിരുന്നു, 5 റക്അത്ത് നിസ്കരിച്ചു. അതൊരു ഗുണപാടുള്ളൊരു ചോദ്യം കൂടിയാണ്. അതുകൊണ്ട് ഞാൻ പറയാണ്, ഒരു വക്ത് ഇമാം 5 റക്അത്ത് നിസ്കരിച്ചു, എല്ലാവരും അതിൽ കൂടും ചെയ്തവർ. ഇങ്ങോട്ട് സ്ഥലം വീട്ടേണ്ട ഓരോരുത്തർ 5 റക്അത്ത് അയക്കണമെന്ന് ഇമാം പറഞ്ഞവരില്ല എന്നാണ്. അപ്പോൾ എന്താ അതിൻ്റെ വിധി എന്നാണ്. എന്താ വിധി? 5ാമത്തെ റക്അത്തേക്കാണ് ഇമാം പോകണമെന്ന് ഉറപ്പുള്ളവൻ പോകാൻ പാടില്ല, മുഫാറക്കത്ത് ചെയ്യണം, സുബ്ഹാനല്ലാഹ് പറയണം, ഉറപ്പുള്ളവൻ. അത് ചെയ്യാതെ 5ാമത്തേക്ക് നിന്നാൽ നിസ്കാരം ബാത്തിലാണ്, മടക്കി നിസ്കരിക്കണം. ഇമാമിനും കുഴപ്പമില്ല, ഡൗട്ടുള്ളവർക്കൊന്നും. ഇമാമിന് 3 or 4 or 5 എന്നുള്ള തോന്നലേക്കാരുണ്ടാകുക.
അങ്ങനെയുള്ളവരത് 3 ആയിട്ടുള്ളൂ എന്ന് വെക്കുകയാണ് വേണ്ടത്. 3 തോന്നുമ്പോൾ 5-ാമത്തേക്ക് നിൽക്കൽ. അപ്പോൾ 3 ആയിട്ടുള്ളൂ വെച്ചിട്ട് നിസ്കരിക്കുക വേണ്ടത്. ഇമാം അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. ആ സംശയമുള്ള മോമികളും അങ്ങനെ ചെയ്യണം. ഈ ഉറപ്പുള്ള എന്ത് വെച്ചിട്ടാണ് ഇമാമിൻ്റെ കൂടെ 5-ാമത്തെ റക്അത്തേക്ക് നീച്ചത്. ഈ എല്ലായിടത്തും സംഭവിക്കൽ അങ്ങനെ തന്നെയാണ്. ചിലർക്ക് പിന്നെ അപ്പം ഉറപ്പുണ്ടാവില്ല, ഡൗട്ടേ കാരണം സലാം വീട്ടിൽ ഇങ്ങോട്ട് ചോദിച്ചു 5 അതിന് കുഴപ്പമില്ല, ഉറപ്പില്ലല്ലോ, ഡൗട്ടാണല്ലോ. എല്ലാ സ്ഥലത്തും നമുക്ക് എത്രയോ വട്ടം സംഭവിച്ചതാണ്. ഇമാമിനെ വിടുകയാണ് വേണ്ടത്. ഞാൻ ഇമാം വീട്ടിൽ പിരിഞ്ഞു, ഒരു സുബ്ഹാനല്ലാഹ് പറയാം. ശരിക്കും അവിടെ ഇരുന്നിട്ട് ഇമാമിനെ നീച്ചു 5-ക്ക്, അപ്പോൾ നമ്മൾ ഇരുന്നാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറയാം. അതൊരു സുന്നത്താ. ഇമാമിന് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞ് തമ്പിയാക്കൽ സുന്നത്താ. അതിൽ ഇമാം ഇരിക്കണില്ല എന്നാൽ നമ്മൾ സ്വന്തം ഞാൻ ഇമാം വീട്ടിൽ പിരിഞ്ഞിക്കണമെന്ന് മനസ്സിൽ കരുതുക, നമ്മൾ നിസ്കരിച്ചോളാം. 3 റക്അത്ത് നിസ്കരിച്ചാണ് സലാം വീട്ടി, 4-ാമത്തേക്ക് നീച്ചില്ല, 4 നിശ്ചയുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾക്ക് ഉറപ്പാണെങ്കിൽ നമ്മൾ ഇരിക്കന്നെ ചെയ്തത്, നമ്മൾ നീച്ചിക്കാൻ വേണ്ടത്. 3-ാമത്തെ റക്അത്തിൽ ഇപ്പോൾ ദുഹറിലോ അസറിലോ ഇശാക്കൊക്കെ ഇമാം ഇരുന്നാൽ നമ്മളെന്താ ചെയ്യേണ്ടത്? നമുക്ക് ഉറപ്പാണത് 3 നമ്മൾ ഇരിക്കരുത്, അവിടെ ഇരുത്തല്ലല്ലോ. നമ്മൾ നീച്ചിട്ട് സുബ്ഹാനല്ലാഹ് പറയാം. അപ്പോൾ ഇമാം കൊണ്ട് വരുന്നില്ലെങ്കിൽ ഞാൻ പിരിഞ്ഞു എന്ന് കരുതാൻ നമ്മൾ റക്അത്തും പാടാൻ നിസ്കരിക്കാം. ഇനിയിപ്പോൾ ആരും നീച്ചില്ല, എല്ലാവരും ഡൗട്ടായി. അവസാനം സലാം വീട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചപ്പോൾ ശരിയാണ് 3 ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഡൗട്ടാണെങ്കിൽ എല്ലാവരും കൂടെ റക്അത്തും പാടാൻ നിസ്കരിച്ചാൽ മതി, തലക്കം തുടങ്ങൊന്നും വേണ്ട. അങ്ങനെ ചോദ്യം ഇപ്പോൾ എനിക്ക് വന്നാണ് ഈ ഗ്രൂപ്പിൽ. റക്അത്തിൻ്റെ കമ്മി ഉണ്ടായിക്കാൻ എല്ലാവരും തലക്കന്നാണ് തുടങ്ങി നിസ്കരിച്ചു. മഗ്‌രിബിന് 2 റക്അത്തിൽ സലാം വീട്ടിയാണ്. മഗ്‌രിബിന് ഇപ്പോൾ 2 റക്അത്തിലൊക്കെ വീട്ടും ചിലപ്പോൾ. അതുകൊണ്ടാണ് ഇപ്പോൾ 2 ദിവസം മുമ്പ്. അപ്പോൾ എന്താ വെച്ചാൽ സ്വഹാബത്തിന് മോമിനിങ്ങൾക്ക് പറഞ്ഞ എല്ലാ സ്വഭാവങ്ങളും ഉണ്ടായിരുന്നു, എല്ലാം. അതിന് അല്ലാഹുവിൻ്റെ ഗംഭീരമായ ഈ വയതുകളൊക്കെ കൊടുത്ത് നമ്മുടെ ചരിത്രമാണ്. നമ്മളും അങ്ങനെ നമ്മളെ മാതൃക സ്വഹാബത്താണ്. മോമിനിങ്ങളെ സ്വഹാബത്തിനെ കുറിച്ച് പഠിക്കണം, സ്വഹാബത്തിനെ കുറിച്ച് വായിക്കണം. നമ്മളെ മാതൃക പോലാണ്, റോൾ മോഡൽ എന്നൊക്കെ പറയില്ലേ, സ്വഹാബത്തിന് എടുക്കണം നമ്മൾ. എന്നാൽ നമുക്ക് അന്തസ്സുണ്ടാവും. സ്വഹാബത്തിൻ്റെ ചരിത്രങ്ങൾ പഠിക്കണം. നോമ്പിൻ്റെ ചില സുന്നത്തുകളാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നോമ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് എന്താണെന്ന് അറിയുന്നത്, വൽ യസുൻ ലിസാനഹു മിനൽ കിദിബി വൽ ഗീബത്തി, നുണനെ തൊട്ടും ഗീബത്തിനെ തൊട്ടും ഒക്കെ നാവ് സൂക്ഷിക്കണം. നോമ്പ് പറ്റാൾ ഹത്തൽ മുബാഹിനി, ഹലാലായ നുണയും പറയരുത്, ഹലാലായതുണ്ടാവല്ലോ അതന്നെ പറയരുത്, ഹറാമായത് പിന്നെ ഏതായാലും പറയരുത്. ഈ ഖിലാഫിൽ വാജിബൈനി, നിർബന്ധമായതാണ് ഈ പറയും ചെയ്യുക. നുണയും പറയാം, ഗീബത്തും പറയാം. നിർബന്ധമായത്, ഹലാലായത് പറയരുത്. ഏതാ നിർബന്ധമായത്, ഏതാ ഹലാലായത്? ഇതിൽ ഉദാഹരണം പറയുന്നുണ്ട്. നിർബന്ധമായത് കിദ്ബില്ല ഇങ്കാദി മദ്ലൂമിൻ, ഒരു മദ്ലൂമിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നുണ അറിയാം. മദ്ലൂം ളുൽമായിട്ട് ഒരാളെ കൊല്ലാണ്, ഒരാൾ ബോളായിട്ട് പിന്നാലെ കൂടുകയാണ്, വെറുതെ അകാരണമായിട്ട് ഒരു മുഅ്മിനെ കൊല്ലാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഒരു നുണയിലൂടെ അവനെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നുണ പറയണം. ഇതിലൂടെ വന്നിട്ടില്ല എന്നോ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും പുറത്തിരിക്കണം, ഈ വാതകന് വന്നിട്ടില്ല അറിയണം. നുണല്ലേ? ആ നുണല്ല എന്താണ്? നിർബന്ധമാണ്. നോമ്പ് പറ്റാലും പറയണം. ആ നുണ പറഞ്ഞാൽ കുറ്റം കിട്ടും. ആ നുണ പറഞ്ഞാൽ ഗീബത്ത് ദിക്രി ഐബിൻ ഐബി ഹാത്തിബിൻ, ഒരു കല്യാണാലോചന നടത്തുന്ന ചെറുക്കൻ്റെ കുറ്റം പറയാം. ഉള്ള കുറ്റം, അവൻ്റെ കല്യാണം മുടങ്ങിക്കോട്ടെ, മുടക്കണം, അല്ലെ ഞാൻ കുറ്റം കിട്ടും. നോമ്പ് പറ്റാലും വേണം പറയാം. ഇതൊക്കെ നിർബന്ധമായ ഗീബത്തും നുണയാണ്. വജമീഅ ജവാരിഹി, നാവ് മാത്രമല്ല എല്ലാ അവയവങ്ങളെയും കാത്തു സൂക്ഷിച്ചു കൊള്ളണം. കുല്ലി മുഹറമിൻ, എല്ലാ ഹറാമിൽ നിന്നും. ഓരോ അവയവം കണ്ണുകൊണ്ടും പാടില്ല, കാതുകൊണ്ടും പാടില്ല, കയ്യോണ്ടും പാടില്ല, കാലോണ്ടും പാടില്ല. ഓരോ അവയവം കൊണ്ടും ഹറാമേ ഉണ്ടാവാൻ പാടില്ല നോമ്പ് പറ്റാൽ. എന്താ കാര്യം? ഈ ഖബറിൽ ബുഖാരിയുടെ ഹദീസുണ്ട്. എന്താണ് ഹദീസ്? മല്ലം യത് കൗല സൂരി വൽ അമല ബിഹി, ഒരാൾ അനാവശ്യ വാക്കുകളും പ്രവൃത്തികളും മാറ്റി വെച്ചില്ലെങ്കിൽ ഫലൈസലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ ത്വഅമഹു വ ശറാബഹു, അവൻ ഭക്ഷണവും പാനീയവും മാറ്റി വെക്കുന്നതിൽ അല്ലാഹ്ക്ക് ഒരു കാര്യമില്ല. ഇത് ബുഖാരിൻ്റെ ഹദീസാണ്. നോമ്പ് പറ്റാണ്ട് ഇങ്ങനെ ആറാമ് ചെയ്യാൻ കുത്തിരിക്കുകയാണെങ്കിൽ പട്ടിണി മാത്രമേ അവനുണ്ടാവുള്ളൂ, തെക്കുവിയും കൂടൂല, ഓൻ ആ പറഞ്ഞ കൂലിയൊന്നും കൂലി ഉണ്ടാവില്ല. നോമ്പിൻ്റെ കൂലി അപാരമായ കൂലിയാണ്. ആ കൂലി പോകും. ഇങ്ങോട്ട് നോക്കി ഇതവിടെ പറയണേ, വനഹവുൽ ഗീബത്തിൽ മുഹറമ, ഹറാമായ ഗീബത്ത് പോലോത്തത് ഈ കളവും ഇതൊക്കെ യുബത്തിലു സവാബ സൗമി, നോമ്പിൻ്റെ കൂലിയെ ഇല്ലാതെയാക്കും. നോമ്പിൻ്റെ കൂലി പ്രത്യേക കൂലിയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, അമലുകൾ 7 ഐറ്റമാണ്. അതിൽ 2 അമലിനേക്ക് അതേ കൂലി, ഒന്നിനൊന്ന് എന്നുള്ള ഇരട്ടിയില്ല. ഒരമലിന് 10 ഇരട്ടി കൂലി.
പിന്നെ ഒന്നിന് 700 ഇരട്ടി കൂലി. പിന്നെ ഒന്നിൻ്റെ കൂലി എത്ര അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ 2 അമൽ നിർബന്ധമാക്കണമെന്ന് പറഞ്ഞു. അപ്പം 8 2 നിർബന്ധമാക്കണത് അതേതാ? ഒരാൾ ഷിർക്ക് ചെയ്ത് മരിച്ചാൽ അവന് എന്തായി? നരക നിർബന്ധമായി. ഒന്ന് ഷിർക്ക് ചെയ്യാതെ മരിച്ചാൽ സ്വർഗം എന്തായി? നിർബന്ധമായി. അപ്പോൾ ഷിർക്ക് ചെയ്ത് മരിച്ചവന് നരക നിർബന്ധമാണ്. ഷിർക്ക് ചെയ്യാതെ മരിച്ചവന് ഏത് നിർബന്ധമായി? സ്വർഗം. അതാണ് 2. പിന്നെ 2 അതേ കൂലി വരുന്നത്, ഒന്ന് ഒരു സൽക്കർമ്മം ചെയ്യാൻ വേണ്ടി കരുതി ചെയ്തില്ല എന്നാൽ ഒരു കൂലി, ഒരു തിന്മ ചെയ്താൽ തന്നെ ഒരു ശിക്ഷ ഉണ്ടാവുള്ളൂ, ഡബിള് ഇല്ല. അപ്പോൾ അത് 2. അപ്പോൾ 4 പിന്നെ ഒന്നിന് 10 കൂലി പറഞ്ഞാൽ ഒരു സാധാ സൽക്കർമ്മം ഒരാൾ ചെയ്താൽ, ചെയ്യാൻ കരുതിയൊക്കെയല്ല, ചെയ്താൽ 10 ഇരട്ടി കൂലി. പിന്നെ അള്ളാൻ്റെ മാർഗത്തിലാണെങ്കിൽ, യുദ്ധത്തിലാണെങ്കിൽ ചിലവഴിച്ചാൽ ഒന്നിന് 700 ഇരട്ടി കൂലിയാണ്. പിന്നെ ഇനി 7ാമത്തെ അമലുണ്ട്, അതിൻ്റെ കൂലി എന്താന്നുള്ള അള്ളാഹ്ക്കല്ലാതെ അറിയില്ല. അത് നോമ്പിൻ്റെ കൂലിയാണ്. അതാണ് അള്ളാഹ് റസൂൽ പറഞ്ഞത്, അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്, വാന അജ്സി, എൻ്റെ കൂലി ഞാനാണ് കൊടുക്കുക. ആ കൂലി നോമ്പ് വിട്ടുകൊണ്ട് ഗീബത്ത് പറഞ്ഞാൽ പോവും. നമുക്ക് നിർബന്ധമായ ഗീബത്തൊന്നും എന്തായാലും പറയാനുണ്ടാവില്ല. അതന്നെയാണല്ലോ നമ്മൾ ഇന്നലെ പറഞ്ഞില്ല, ഈത്തിക്കാരൻ സുന്നത്തിയാൻ പറഞ്ഞില്ല, ഈത്തിക്കാരൻ വർദ്ധിപ്പിക്കുക, ഖുർആനോത്ത് വർദ്ധിപ്പിക്കുക, എല്ലാ സൽക്കർമ്മങ്ങളും വർദ്ധിപ്പിക്കുക. അങ്ങാടിക്ക് ഇറങ്ങിക്കോളി, അഷ്ഹദുല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അതാണ് പണ്ടൊക്കെ അങ്ങനെയല്ലേനോ? നിങ്ങൾ ഓതിയത് നിസ്കാരത്തിൻ്റെ ദിവസം 3 വട്ടം ചൊല്ലൽ സുന്നത്തുള്ള ദിക്റാണ്. വസ്തക്സിറു ഫീ മിൻ അർബഇ ഖിസാലിൻ. ആ റമളാൻ മാസത്തിൽ നിങ്ങൾ 4 കാര്യം വർദ്ധിപ്പിച്ചോളി. നാണിവിടെ ഉണ്ടായിനോ? ഞാൻ കണ്ടില്ല. 4 കാര്യങ്ങൾ റമളാൻ മാസത്തിൽ വർദ്ധിപ്പിച്ചോളി. 2 നിങ്ങൾക്ക് അള്ളാഹിനെ തൃപ്തിപ്പെടുത്താനുള്ള കാര്യങ്ങളാണ്. 2 നിങ്ങൾക്ക് കൂടായ്യാത്തോ? ഏതാണ് നിങ്ങൾക്ക് അള്ളാഹിനെ തൃപ്തിപ്പെടുത്താനുള്ള കാര്യം? ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് വതസ്തഗ്ഫിറൂനഹു, അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ 2 നിങ്ങൾക്ക് കൂടാൻ കഴിയില്ല. അതേതാണ്? ഒന്ന് സ്വർഗം ചോദിക്കുക, കൂടാൻ കഴിയും നമുക്ക്. നരകത്തോട് അഭയം തേടുക, അതാണ് അസ്അലുക്കൽ ജന്ന വ അഊദു ബിക. ഇതാണ്ട് വർദ്ധിപ്പിച്ചോളാനാണ് പറഞ്ഞിട്ടുള്ളത്. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിനി, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും വെറുതെ കുമ്പോഴൊക്കെ അങ്ങനെ അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ്, പള്ളിയിലൊക്കെ വെറുതെ ഇങ്ങനെ കുത്തിരിക്കുകയാണെങ്കിലും അങ്ങനെ ചൊല്ലും. ഉമ്മാരൊക്കെ ആണെങ്കിൽ പത്തിരി പരത്തുമ്പോഴും കുഴക്കുമ്പോഴും ചുടുമ്പോഴൊക്കെ ചൊല്ലും അല്ലേ? ഗീബത്ത് പറയും. ഗീബത്ത് പറഞ്ഞാലേ ഇങ്ങോട്ട് നോക്കി, എല്ലാവരും ഒരു വിചാരം, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഇല്ലാത്തത് പറയലാണ് ഗീബത്ത് എന്നാണ്. ഉള്ളത് പറഞ്ഞാൽ തന്നെ ഗീബത്താണ്. ശ്രദ്ധിച്ചോളി, ഉള്ളതെന്നാണ് പറഞ്ഞത്, ഉള്ള കുറ്റമാണ് പറഞ്ഞത്. എന്നാൽ തന്നെ എന്താണ്? ആയിഷാബി സഫിയബീനെ പറ്റി കുറ്റം പറഞ്ഞു. റസൂൽ ഹസ്ബുക സൊഫിയത്തെ കഥാവ കഥ, നിങ്ങൾക്കൊരു സഫിയാബീനെ മതി നബിയെ. സഫിയാബി പറഞ്ഞാൽ ചക്രത്തേനെ. റസൂൽ പറഞ്ഞു, ലക്കത് കുൽത്തി കലിമത്തൻ, ആയിഷ നീ പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ, ഇത് സമുദ്രത്തിലെങ്ങാനും കലക്കുകയാണെങ്കിൽ സമുദ്രം ആകെ കലങ്ങാൻ മാത്രം, അത്ര വലിയ നാറ്റുള്ളതാണ് ഈ വാക്ക്. കാരണം അപ്പോൾ ആയിഷ പറഞ്ഞു, ഞാൻ ഉള്ളതല്ല പറഞ്ഞത് നബി. ഈ സഫിയാബി നീളം കുറവായിരുന്നു, ഒരു കുള്ളാസായിരുന്നു, അതാ പറഞ്ഞത്. ഉള്ളതല്ല പറഞ്ഞത്. ഉള്ളത് പറഞ്ഞുകൊണ്ടാണ് ഗീബത്ത്. ഇല്ലാത്തത് പറഞ്ഞാൽ ഗീബത്തിനേക്കാളും വലിയതാണ്. നമ്മൾ പെണ്ണുങ്ങളൊക്കെ അതാ പറയുന്നത്, ഞാൻ ഉള്ളതല്ല പറയുന്നത്. ആണുങ്ങളും എന്തിനാണ് ഉസ്താദേ ഇല്ലാത്ത ഒന്നല്ല പറഞ്ഞിട്ടോ. എവിടെ നമ്മൾ ചിലപ്പം ഇവിടെ മിഹ്റാബിൽ കുത്തിരിക്കാരൻ ദിക്റ് ചൊല്ലിയാണ്ട് അസർ സ്കേച്ചോ സുബേ സ്കേച്ചോ, അപ്പോൾ ഒരാൾ വന്നിട്ട് നല്ലൊരു മസല വയ്ക്കും. ആദ്യം ചോദിച്ചാൽ മസലക്കാരോ, നല്ല കാര്യക്കാരോ, പിന്നെ അതാണ് കഴിഞ്ഞിട്ട് പിന്നെ നീച്ചു പോണ്ടേ, പിന്നെ എങ്ങനെ? ഇതൊക്കെ അനുഭവങ്ങളാണ്. പിന്നെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയില്ലേ. അപ്പോൾ നമ്മൾ മുണ്ടല്ലേ എന്ന് പറയണം. അതിന് മാത്രം ചിലപ്പോൾ നമുക്കൊരു തെക്കവും ഉണ്ടാവില്ല. കാരണം അങ്ങനത്തെ ഒരു കാര്യം വന്ന് മീറവൂത്തെന്ന് പറയണേ നമ്മളോട്. ഇതൊക്കെ എൻ്റെ അനുഭവം പറയാട്ടോ. ഒരു ഗീബത്ത് പറഞ്ഞ ആളോട് മുണ്ടല്ലേ എന്ന് പറയാനുള്ള രീമമാണ്. അങ്ങനത്തെ വല്ല അനുഭവം ഉണ്ടോ പറയാമോ? ഇല്ലല്ലോ. ആരും ഗീബത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ ഇത് അല്ലേ? ഈ കാരണം അല്ല, ഗീബത്ത് മാത്രമല്ല, നോട്ടം. കിണികൾ നോട്ടം എന്ന് പറയുകയാണെങ്കിൽ ഹറാമായ നോട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ് അതില്ലാതിരിക്കാൻ. നമ്മൾ കുറേ കൊല്ലം ഇവിടെ വിശദീകരിച്ചാണല്ലോ, ഞാൻ കിടക്കണില്ല. ഹറാമായ നോട്ടം ചുരുക്കി പറയുകയാണെങ്കിൽ ദർശന സുഖത്തോടു കൂടെയുള്ള എല്ലാ നോട്ടങ്ങളും ഹറാമാണ്. അത് സ്വന്തം ഭാര്യനെ മാത്രമേ ഹലാലുള്ളൂ. തൊട്ട ഒതുറില്ല മരക്കളൊന്നും. അവിടെയും ദർശന സുഖം ഷെഹ്വത്തൊക്കെ ഉണ്ടെങ്കിൽ ഹറാമാണ്. ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല ചുരുക്കി പറയുകയാണെങ്കിൽ. പിന്നെ ദർശന സുഖമൊന്നും വേണ്ട. അവറത്ത് മൂത്തമ്മ, ഇളയമ്മ. ആരാ മൂത്തമ്മ? മൂത്താപ്പാൻ്റെ ഭാര്യ, എളാപ്പാൻ്റെ ഭാര്യ, അമ്മോൻ്റെ ഭാര്യ, അമ്മോൻ്റെ മക്കൾ, മൂത്താപ്പാൻ്റെ മക്കൾ. ബൈക്കുമ്മലൊക്കെ കൊണ്ടുനടക്കണത് പങ്ങളെന്നും പറഞ്ഞാണ്ട്. മൂത്താപ്പാൻ്റെ മകളെ മൂത്തമ്മാനെ കൊണ്ടുനടക്കണത്, ഇളയമാനെ ബൈക്കുമ്പോൾ കൊണ്ടുപോകണേ, പാപ്പാൻ്റെ അഞ്ചൻ്റെ ഭാര്യനെ. അപ്പോൾ അങ്ങനെയാണ്. ഒരു ഹറാമുകളും ചെയ്യരുത്.
നോമ്പ് നോറ്റിട്ട് ഹറാമുകൾ ചെയ്യരുത്. ഇനി ഇങ്ങോട്ട് നോക്കി, ഒരൊറ്റ കാര്യം പറഞ്ഞത് ഞാൻ പൂർത്തീകരിക്കട്ടോ. വിഷത്തിമി വരോബി ഹക്കിൻ, ചീത്ത പറയും ചെയ്യരുത്, അവകാശപ്പെട്ട ചീത്ത പോലും പറയരുത്. നോമ്പ് നോറ്റുണ്ട്. ഏതാണ് അവകാശപ്പെട്ട ചീത്ത മുട്ടേജി? ഫൈൻ ശത്തമോ ആയതുൻ, നോമ്പുകാരനെ ഒരാൾ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ ഫല്യഖുൽ, അവൻ പറയണം ഇന്നി സ്വയം ഞാൻ നോമ്പുകാരനാണെന്ന് പറയണം. ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടും പറയാലോ, പറഞ്ഞൂടെ. പക്ഷേ അത്രയുമാകാം. അതേ അളവ് കയറാൻ പാടില്ല. അളവ് ഉദാഹരണം ഞാൻ പറഞ്ഞാൽ പണ്ടൊരു പുസ്തകം ഇങ്ങനെ പറഞ്ഞു, ഇങ്ങോട്ട് ചെറമാന്ന് വിളിച്ചാൽ അങ്ങോട്ട് പച്ച ചെറമാന്ന് വിളിച്ചാൽ ഞങ്ങൾക്കറിയാമെന്ന് കൂട്ടരോട് പറഞ്ഞതാണ്. ഇങ്ങോട്ട് ചെറമാന്ന് വിളിച്ചാൽ അങ്ങനത്തെ വിളിച്ചോളൂ, ചെറമ അങ്ങനെ വിളിച്ചാൽ അപ്പം പറയില്ല, പച്ച കൂട്ടിയിൽ ആ പച്ച പാടില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം മനസ്സിലായോ? അതേ അളവിൽ അളവ് കയറാൻ പാടില്ല. അങ്ങനെ പറയൽ ജവാസ് ഉണ്ട്. നല്ലതല്ല കേട്ടോ, നല്ലത് മാപ്പയിലാണ്. നല്ലതെന്താണ്? ഒക്കെ മാപ്പയിലാണ്. പക്ഷേ ഇങ്ങോട്ട് പറഞ്ഞാൽ അതേ അളവിൽ തിരിച്ചങ്ങോട്ട് എന്താക്കാം, അതുപോലെ നോമ്പ് പറ്റുകൊണ്ട് പറയാക്കാണ് നല്ലതെന്നാണ്, പറയരുത്. കാരണം കാരണം ലി ഖബരി സ്വഹീഹൈനി ബിദാലിക, അങ്ങനെ ബുഖാരി മുസ്ലിമിൻ്റെ ഒരു ഹദീസിലുണ്ട്. ഹദീസ് ഇങ്ങനെയാണ്: ഇദാകാന യൗമു സൗമി അഹദിക്കും, നിങ്ങളിൽ ഒരാളുടെ നോമ്പിൻ്റെ സുദിനമായാൽ ഫൈൻ ഷാത്തമഹു അഹദുനഹു ഖാത്തലഹു, അങ്ങനെ ആ നോമ്പുകാരനോട് ആരെങ്കിലും ചീത്ത പറയാനോ സ്റ്റണ്ടിനോ വന്നാൽ ഫല്യഖുൽ, അവൻ തിരിച്ചു പറയണം ഇന്നി സ്വയമുൻ, ഞാൻ നോമ്പുകാരനാണ്. നീ പറഞ്ഞതിന് പകരം പറയലെനിക്ക് ജവാസ് ഉണ്ടെങ്കിലും ഞാൻ നോമ്പിലാണ്, നോമ്പിൻ്റെ വിശുദ്ധി എന്നെ അതിനെ അനുവദിക്കണില്ല എന്ന് പറയണം. അതാണ് നോമ്പ്. അങ്ങനെയുള്ള നോമ്പാണ് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയുള്ള നോമ്പ്. അതാണ് ഭയങ്കരമായിട്ട് മാറണം. അതാ മോമിനിയങ്ങളെ പറ്റിയാണ് ഇപ്പോൾ അല്ലാഹു ഈ പറഞ്ഞ വേദമൊക്കെ പറഞ്ഞതെന്നാണ് ഞാനീ പറയുന്നത്. അങ്ങനത്തെ മോമിനിയങ്ങൾക്കാണ് ഇരു ലോകത്തും ഇജ്ജത്തുള്ളത്, എല്ലാ വേദകളും ഉള്ളത്. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ. ഇനി ആർക്കും എന്തെങ്കിലും ചോദിക്കട്ടോ. രോഗിക്ക് ഊതുറുക്കാൻ പറ്റുമോ എന്ന്, അല്ലേ? ഊതുറുക്കാൻ പറ്റുമോ? എന്നോട് ഇന്നലെ ഒരാളും ചോദിച്ചു. അത് ഇന്നലെ നിൽക്കണം മാലിൽ ഇതേമാർക്ക് ഒരു ഭർത്താവ് ഇപ്പോൾ നടക്കാൻ വയ്യാതായിരിക്കണം. അപ്പോൾ ഒരാൾ 5 വക്തിന് പോയിട്ട് ഊതുറുക്കണമല്ലേ? ഒരു അന്യ മക്കളില്ല, ഒരു ഭാര്യയും ഭർത്താവ് മാത്രമേ ഉള്ളൂ. പെണ്ണുങ്ങൾക്ക് ഊതുറുത്തൂടേന്ന്. പെണ്ണുങ്ങൾക്ക് ഊതുറുക്കണമെങ്കിൽ തൊട്ട ഒന്നും മുറിയില്ല നമ്മളെ ഷാഫി മതം അനുസരിച്ച്. അപ്പോൾ ഗ്ലൗസ് എന്ത് ഇട്ടാണെങ്കിൽ പറ്റും, ഗ്ലൗസ് ഇട്ടാൽ മതി. ഇവനെ തുടരരുത് കോള്, അപ്പോഴേ ഷാഫി മതം അനുസരിച്ച് പറ്റുള്ളൂ. പിന്നെ അനഫി മതം അനുസരിച്ചൊക്കെ എടുത്തുകൊടുക്കേണ്ടി വരും. അപ്പോൾ കണ്ടീഷൻസൊക്കെ ഉണ്ടാവും. ആ മുജാഹിദിന് തൊട്ടാന്ന് പറയില്ല. ഓര് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്താ, എന്നോടൊരു മുജാഹിദ് തെളിവുകൊണ്ട് വെച്ചാണ് വന്നതെന്നാണ് പാലപ്പുറത്ത്. ഞാൻ ലാമസ്തുമുന്നിസാ എന്ന് ഖുർആൻ, അപ്പോഴാണ് അയാൾ ആദ്യമായിട്ട് ആയത്തന്നെ കാണും. പാലപ്പുറം ഉണ്ടായ സംഭവമാണ്. ഇതേമാർക്ക് റമദാൻ ഞാൻ ക്ലാസ് എടുത്ത് തീരെ ടൈമില്ല. അപ്പോഴവിടെ ഒരു മുജാഹിദ് വന്നാണ് എന്നോട്, പെണ്ണുങ്ങളെ തൊട്ട ഓകെന്ന് പറയാൻ ഖുർആനിലുണ്ട് സൂറത്ത് നിസാൽ, ഔ ലാമസ്തുമുന്നിസാ, പെണ്ണുങ്ങളെ നിങ്ങൾ തൊട്ടാൽ എന്നുള്ള ആയത്തങ്ങൾ കാണിച്ചു കൊടുത്തു. അതിനൊത്തും പറഞ്ഞിട്ടില്ല. ആ മുജാഹിദ് പിന്നെ എന്നോടൊത്തും പറഞ്ഞിട്ടില്ല.